നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ ആദ്യം. മുത്തലാഖ് നിർത്തലാക്കണമെന്ന് CPIM. വ്യക്തി നിയമങ്ങളിൽ കാലോചിതമായ പരിഷ്കരണം അനിവാര്യം. മുത്തലാഖ് ലിംഗനീതിക്കെതിരെന്ന് വെങ്കയ്യ നായിഡു. മനുഷ്യത്വരഹിതമായ സമ്പ്രദായമെന്ന് KT ജലീൽ. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് മുന്നിൽ ജേക്കബ് തോമസ്. ബാർക്കോഴ കേസിൽ അന്വേഷകരെ മാനസികമായി തകർക്കാൻ ശങ്കർ റെഡ്ഡി ശ്രമിച്ചുവെന്ന് വിജിലൻസ് ഹൈക്കോടതിയിൽ. കോഴിക്കോട് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച വിജിലൻസ് നിയമോപദേശകനെതിരെ അന്വേഷണ സംഘം. അതിരപ്പള്ളി പദ്ധതി സമവായത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് സർക്കാർ. സമവായ ചർച്ചയെ സ്വാഗതം ചെയ്ത് CPI. കൊച്ചി മെട്രോ ഏപ്രിലോടെ പൂർത്തിയാകുമെന്ന് വെങ്കയ്യ നായിഡു. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ കേരളത്തിന് പ്രശംസ. സംസ്ഥാനത്തെ APL വിഭാഗത്തിനുള്ള അരി വിതരണം പ്രതിസന്ധിയിലേക്ക്. കേന്ദ്ര ധാന്യ വിഹിതത്തിൽ 4 ലക്ഷം മെട്രിക് ടണ്ണിന്റെ കുറവ്. APL കാർഡ് ഉടമകൾ കിലോയ്ക്ക് 15 രൂപ കൂടുതൽ നൽകണം. ഭക്ഷ്യഭദ്രതാ നിയമം അടുത്ത മാസം മുതലെന്ന് മന്ത്രി. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം കേരളത്തിനുള്ള വെള്ളം വീണ്ടും തമിഴ്നാട് കുറച്ചു. 300 ഘന അടിക്കു പകരം തരുന്നത് 200 ഘനയടി മാത്രം. കാവേരി തർക്കത്തിൽ കർണാടകയ്ക്ക് വീണ്ടും തിരിച്ചടി. തമിഴ്നാടിന് പ്രതിദിനം 2000 ഘനയടി നൽകണം. മുത്തലാഖിനെതിരെ ശക്തമായ നിലപാടുമായി CPIM. മുത്തലാഖിനെതിരെ ശബ്ദമുയർത്തുന്ന ഇസ്ലാം സമുദായത്തിലെ സ്ത്രീകൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അറിയിച്ചു. മുത്തലാഖ് സ്ത്രീകളുടെ അവകാശം ഹനിക്കുന്നതാണെന്നാണ് കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡുവിന്റെ ഇന്നത്തെ പ്രതികരണം. മുത്തലാഖിനെതിരെ ശക്തമായ നിലപാടെടുക്കണമെന്നും അംഗീകരിക്കാൻ കഴിയില്ലെന്നുമാണ് CPIM പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കിയത്. അതേസമയം ലോകത്തിലെ ഭൂരിഭാഗം ഇസ്ലാമിക് രാജ്യങ്ങളും മുത്തലാഖ് അംഗീകരിച്ചിട്ടില്ലെന്നും എല്ലാ വ്യക്തി നിയമങ്ങളും കാലാനുസൃതമായി മാറ്റം വരുത്തണമെന്നുമാണ് പോളിറ്റ് ബ്യൂറോ ചൂണ്ടിക്കാട്ടിയത്. ഹിന്ദു സമുദായത്തിലെ സ്ത്രീകളുടെ വ്യക്തി നിയമ വ്യവസ്ഥകളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. ഇത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ സ്ത്രീകളുടെ അവകാശ സംരക്ഷണം മാത്രമല്ല, മറിച്ച് ഇസ്ലാം സമുദായത്തിന്റെ ന്യൂനപക്ഷ അവകാശങ്ങൾ കൂടിയാണ് സംരക്ഷിക്കപ്പെടുന്നത്. മുത്തലാഖ് അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡുവും അഭിപ്രായപ്പെട്ടത്. ഇത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് എതിരാണെന്നും തുല്യനീതി നടപ്പാക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. It's a question of gender equality. It's a question of ending discrimination. It's a question of equality before law. So there is no question of any particular religion being targeted. എന്നാൽ ഏകീകൃത സിവിൽ കോഡിനെതിരെ ശക്തമായ എതിർപ്പാണ് പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഉയർന്നു വന്നത്. ഇത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് എതിരാണെന്നും യോഗം വിലയിരുത്തി. റിപ്പോർട്ടർ, ദില്ലി. മുത്തലാഖ് മനുഷ്യത്വരഹിതമാണെന്ന് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി KT ജലീൽ. ഇക്കാര്യത്തിൽ മുസ്ലിം സംഘടനകൾ ഏകാഭിപ്രായത്തിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുത്തലാഖിന്റെ മറവിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കരുതെന്നും KT ജലീൽ പറഞ്ഞു. ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് എഡിറ്റേഴ്സ് അവർ അഡ്വക്കേറ്റ് മുഹമ്മദ് ഹുദവി, സമസ്തയുടെ പ്രതിനിധി, മലപ്പുറം സ്റ്റുഡിയോയിൽ. അഡ്വക്കേറ്റ് A റഹീം, CPIMന്റെ പ്രതിനിധി, തിരുവനന്തപുരത്ത്. JR പത്മകുമാർ, BJP, സുൽഫത്ത് ടീച്ചർ, സാമൂഹ്യ പ്രവർത്തക, ഒപ്പം MN കാരശ്ശേരി ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം JR പത്മകുമാർ, ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ്. ഈ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ കേന്ദ്ര സർക്കാരിൻ്റെ എന്ന വിമർശനം ഇതിനകം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. മുത്തലാഖ് നിരോധിക്കണം എന്ന കാര്യത്തിൽ പൊതുവെ പുരോഗമന നിലപാടുള്ളവർക്കെല്ലാം ഒരേ സമീപനമാണ്. പക്ഷേ അതിൻ്റെ മറവിലൂടെ ഏക സിവിൽ കോഡ് ചർച്ചയില്ലാതെ നടപ്പിലാക്കാനുള്ള പരിപാടിയാണെങ്കിൽ അതിനെ തടയുമെന്നും അവർ പറയുന്നു. ഇന്ന് വെങ്കയ്യ നായിഡു മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞത്, ഒരു മതേതര രാജ്യത്ത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമത്തിന് പ്രാമുഖ്യം നൽകാൻ കഴിയില്ല. രാജ്യത്ത് ലിംഗസമത്വവും തുല്യനീതിയുമാണ് നടപ്പിലാക്കേണ്ടത് എന്ന് പറയുമ്പോൾ മുത്തലാഖിനേക്കാൾ അപ്പുറത്തേക്ക് എല്ലാ നിയമവും എല്ലാവർക്കും ഒരേപോലെ നിയമം വരണം എന്ന ധ്വനി അതിലുണ്ട്. മുത്തലാഖിൻ്റെ മറവിൽ ഏക സിവിൽ കോഡ് ഒളിച്ചു കടത്താൻ സർക്കാർ പദ്ധതി ഇടുന്നുണ്ടോ? ഏകീകൃത സിവിൽ കോഡിനെ സംബന്ധിച്ച് വ്യക്തമായ നിലപാട് ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. അത് പല അവസരത്തിലും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒളിച്ച് നടപ്പിലാക്കേണ്ട കാര്യമില്ല. ഇതിനെ സംബന്ധിച്ച് 2014 ഡിസംബർ മാസം വളരെ വ്യക്തമായി ഇന്ത്യൻ ലോകസഭയിൽ BJPയുടെ അന്ന് നമ്മുടെ കേന്ദ്രമന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു സമവായത്തിൽ കൂടി മാത്രമേ ഇത് നടപ്പിൽ വരുത്തുകയുള്ളൂ. സമവായം ഇല്ലാതെ എല്ലാ അതുമായി ബന്ധപ്പെട്ട എല്ലാ സമുദായത്തിൻ്റെയും സമവായത്തിലൂടെ ഒരു അഭിപ്രായ സമന്വയത്തിലൂടെ മാത്രമേ നടപ്പിലാക്കാൻ ശ്രമിക്കുകയുള്ളൂ. അല്ലാതെ ഏകപക്ഷീയമായി അത് നടപ്പിലാക്കണം എന്നൊരു ആഗ്രഹം ഭാരതീയ ജനതാ പാർട്ടിക്കോ NDA ഗവൺമെൻറ്റിനോ ഇല്ല. ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒന്ന് ആലോചിക്കാനുള്ളത്, 2008 UPA ഗവൺമെൻറ് അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് അന്നത്തെ ലോ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. 2008 AR ലക്ഷ്മൺ അന്ന് ലോ കമ്മീഷൻ ചെയർമാനായിരിക്കുമ്പോൾ അന്ന് ഇതേപോലെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അന്നാരും ബഹളം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇത് സാമുദായിക ധ്രുവീകരണം വരുത്തുമെന്നോ ആരും പറഞ്ഞില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അത് അടിച്ചേൽപ്പിക്കണം
എടുക്കണമെന്ന് ആഗ്രഹമില്ല. പിന്നെ വേറൊരു തെറ്റിദ്ധാരണ വളരെ ബോധപൂർവമായി ചില കോണുകളിൽ നിന്ന് പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ഏകീകൃത സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ഹിന്ദു ആചാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു നടപടിയാണ് എന്നുള്ള രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയല്ല, എല്ലാ മതത്തിലെയും നന്മകളെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പൊതു സിവിൽ നിയമം വരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇക്കാര്യത്തിൽ അതായത് മുത്തലാഖ് ഏകപക്ഷീയവും കാലതാമസമില്ലാത്തതുമായ മുത്തലാഖ് ഒഴിവാക്കണം. ഏകപക്ഷീയ മുത്തലാഖ് ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും പ്രായോഗികമല്ല. മുത്തലാഖ് റദ്ദാക്കണമെന്ന ആവശ്യം ഇരകൾക്ക് ആശ്വാസം നൽകുന്നതാണ്. അവർക്കെല്ലാ പിന്തുണയും നൽകുമെന്നാണ് CPIM-ന്റെ പൊളിറ്റ് ബ്യൂറോ ഇന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. പക്ഷേ മുസ്ലിം സംഘടനകൾക്കുള്ളതിനുള്ള മറുപടി മുത്തലാഖ് വിശ്വാസപ്രകാരം സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകേണ്ടതും എളുപ്പത്തിൽ പൂർത്തീകരിക്കാവുന്നതുമല്ല. അതിനെ ചില ആളുകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടാവാം. അത് ഇസ്ലാമിക നിയമമല്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ നിരോധനം വേണമെന്ന ആവശ്യം മതവിരുദ്ധമാണ് എന്നതാണ്. CPIM-ന്റെ ഇക്കാര്യത്തിലെ നിലപാടിൻ്റെ വ്യക്തത എന്താണ്? മുത്തലാഖ് ആകെ തന്നെ നിരോധിക്കണമെന്നാണോ അതോ അതിൻ്റെ ദുരുപയോഗം നിരോധിക്കണമെന്നാണോ? മുത്തലാഖ് സ്ത്രീപക്ഷമല്ല, അത് സ്ത്രീവിരുദ്ധമാണ്. സ്ത്രീകളുടെ അവകാശത്തിൻ്റെ നഗ്നമായ ലംഘനമാണ്. അത് മാറ്റണം, അത് അവസാനിപ്പിക്കണം. അതിന് മുസ്ലിം സംഘടനകൾക്കുള്ളിൽ തന്നെ അതിനുള്ള നിലപാടുകൾ ഉയർന്നു വരണം. മുസ്ലിം സംഘടനകൾ ഇപ്പോൾ രണ്ട് തരത്തിലാണ് ഈ പ്രശ്നത്തെ കാണേണ്ടത്. ഒന്ന്, ഞാൻ വരുമ്പോൾ ശ്രീ JR പത്മകുമാർ ഇവിടെ വാചാലമാകുന്നത് ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ടാണ്. ഏക സിവിൽ കോഡ് ഈ അജണ്ടയും മുന്നോട്ട് വയ്ക്കുന്നതിൻ്റെ പിന്നിൽ BJPക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ട്. ഞാനത് പറയാൻ വേണ്ടി വരാം. താങ്കളുടെ ചോദ്യം മുസ്ലിം സംഘടനകളുടെ അഭിപ്രായത്തെ മുൻനിർത്തിയാണ്. മുസ്ലിം സംഘടനകൾ ഇക്കാര്യത്തിൽ നിങ്ങൾ ഈ പറയുന്നത് പോലൊരു അഭിപ്രായമാണ് എടുക്കുന്നത് എങ്കിൽ അത് അങ്ങേയറ്റം അപകടകരമായ അഭിപ്രായമാണ്. ഞാൻ ചോദിക്കട്ടെ ശ്രീ നിഷാദെ, മുസ്ലിം സംഘടന ഒരുപാട് മുന്നോട്ട് വന്നു. ഒരു കാലഘട്ടത്തിൽ മുസ്ലിം വിഭാഗത്തിനിടയിൽ മോഡേൺ എഡ്യൂക്കേഷൻ പാടില്ലായിരുന്നു, വിദ്യാഭ്യാസം പാടില്ല. അവിടെ അതെല്ലാം പൊട്ടിച്ചെറിഞ്ഞവർ മുന്നോട്ട് വന്നു. ടെലിവിഷൻ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. അന്ന് ആ വിലക്കേർപ്പെടുത്തിയിരുന്നവർ തന്നെ പിന്നീട് ടെലിവിഷൻ ചാനലുകൾ തുടങ്ങി. ആ ടെലിവിഷൻ ചാനലിൽ വന്നിരുന്ന മുസ്ലിം സമുദായത്തെ ഇന്ന് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതേ മുസ്ലിയാക്കന്മാർ ഒരു കാലഘട്ടത്തിൽ ആ കല്യാണ ഹാളുകളിൽ ആ TV കണ്ടതിൻ്റെ പേരിൽ, ആ വീഡിയോ ക്യാമറ കണ്ടതിൻ്റെ പേരിൽ നിക്കാഹ് നടത്തി കൊടുക്കാതെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ മുസ്ലിം സംഘടന കുറേ മുന്നോട്ട് വന്നു. സ്ത്രീകളുടെ അവകാശങ്ങളിൽ, സ്ത്രീകളുടെ പിക്ചറിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അതിനനുസരിച്ച് മുസ്ലിം വ്യക്തി നിയമങ്ങളിൽ പറയുന്ന ഈ മുത്തലാഖുമായി ബന്ധപ്പെട്ട കാര്യം അത് അപരിഷ്കൃതമാണ് എന്ന് ലോകമാകെ അംഗീകരിച്ചു വരുമ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ അങ്ങനെ നിലപാടെടുക്കുന്നത് ശരിയല്ല? റഹീം, അക്കാര്യത്തിൽ താങ്കൾ പറയുന്നത് മുത്തലാഖ് എന്നത് മത നിയമമാണെങ്കിൽ കൂടി അത് പുരോഗമന സമൂഹത്തിന് യോജിക്കാൻ കഴിയാത്തതാണ്, അത് ഒഴിവാക്കി പോകണം മുസ്ലിങ്ങൾ എന്നതാണ്. അത് ഈ നാട്ടിൽ നടപ്പിലാക്കുന്നത് അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമാണ്. അത് സവിശേഷമായി പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധമാണ്. അതിനി മതവിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ കൂടി അത് ഒഴിവാക്കി പോകണം എന്നതാണ് CPIM മുന്നോട്ട് വെക്കുന്ന നിലപാട്. രണ്ടു തരത്തിലാണ്. മതവിശ്വാസത്തിന്റെ ഭാഗമാണിത് എന്ന് വ്യാഖ്യാനിക്കുകയും വാശി പിടിക്കുകയും ചെയ്യുന്നത് ദുരുദ്ദേശത്തോടെയാണ്. സൂറത്തുൻ നിസ ആണ് ഖുറാനിൽ ഇത് സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. എല്ലാം വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയാണ് തലാക്കുന്നതിനെ സംബന്ധിച്ച്. സൂറത്തുൻ നിസ പറയുമ്പോൾ തന്നെ അനുവദനീയമായ കാര്യങ്ങളിൽ ഇസ്ലാം പാപമെന്ന് പറഞ്ഞത്, കഴിയുന്നതും ഒഴിവാക്കണമെന്ന് പറഞ്ഞ അപൂർവം കാര്യങ്ങളിൽ ഒന്നാണ് ഈ തലാഖ് എന്ന് പറയുന്നത്. ഈ മുത്തലാഖല്ല, അല്ലാതെ തന്നെ തലാഖ് ചൊല്ലിയാൽ പോലും അത് പാടില്ല. ഒരു തവണ ഒരു വിവാഹബന്ധം ഈ ഭൂമിയിൽ വിച്ഛേദിക്കപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ സിംഹാസനം അത് വിറയ്ക്കും എന്നാണ് ഹദീസ്, പരിശുദ്ധ ഹദീസ്. അപ്പോൾ ഇസ്ലാമിൽ തന്നെ ശരിയല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇസ്ലാമിക നിയമമാണത് മാറ്റാൻ പറ്റില്ല എന്ന് വാശി പിടിക്കുന്ന ഇവർ സ്ത്രീധനത്തെ എന്തുകൊണ്ട് എതിർക്കുന്നില്ല? സ്ത്രീധനത്തെ എതിർക്കണ്ടേ? ഇപ്പോൾ മലബാർ മേഖലകളിൽ മൈസൂർ കല്യാണം വ്യാപകമായിട്ടുണ്ടല്ലോ, അത് ഇസ്ലാമികമാണോ? ഒന്ന്. രണ്ട്, ഇവരെന്തുകൊണ്ട് സ്ത്രീധനത്തെ എതിർക്കുന്നില്ല? സ്ത്രീധനം പൂർണ്ണമായി ഏറ്റവും ലളിതമായ ഞാൻ പറയാം. താങ്കളിലേക്ക് ഇപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് ഹുദവി ടെലിഫോൺ നമ്മളൊപ്പം മലപ്പുറം സ്റ്റുഡിയോയിൽ. ശ്രീ ഹുദവി, ഇക്കാര്യത്തിൽ മുത്തലാഖ് ഒഴിവാക്കണമെന്നതിൽ കേന്ദ്ര സർക്കാർ ഉറച്ചു നിൽക്കുകയാണ് എന്ന് വെങ്കയ്യ നായിഡു വ്യക്തമാക്കുന്നു. ഇത് മതവിരുദ്ധമാണ്, അതിനപ്പുറം സ്ത്രീവിരുദ്ധമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ആ വിഷയത്തിലുള്ള നിലപാടിന് CPIM എന്ന പുരോഗമന സംഘടന പൂർണ്ണ പിന്തുണ നൽകുകയാണ്. ഇരകൾക്ക് ആശ്വാസം നൽകുന്ന നടപടിയായിരിക്കും അത്തരമൊരു നിരോധനം വന്നാൽ എന്നതാണ്. നിങ്ങൾക്ക് അക്കാര്യത്തിൽ മറുവാദമുണ്ടെങ്കിൽ അതെന്താണ്? ഇക്കാര്യത്തിൽ ഇവരുടെ വാദങ്ങളെ, ഇത് സ്ത്രീവിരുദ്ധവും അങ്ങേയറ്റം ഏകപക്ഷീയവുമായ നടപടിയാണ് എന്ന വാദത്തെ നിങ്ങൾക്ക് ഖണ്ഡിക്കാനാവുമോ? ഹലോ, മുത്തലാഖിന് ഒരു ഇരയുണ്ടെങ്കിൽ അത് പുരുഷനാണ്. ഹലോ, മുത്തലാഖിന് ഒരു ഇരയുണ്ടെങ്കിൽ അത് പുരുഷനാണ്.
മുത്തലാഖ് കൊണ്ട് നഷ്ടങ്ങൾ സംഭവിക്കുന്നത് പുരുഷന് മാത്രമാണ്. ഇവിടെ ഇസ്ലാം സാധാരണ സന്ദർഭങ്ങളിൽ 1ഉം 2ഉം തൊലാഖ് ചൊല്ലാൻ പ്രേരിപ്പിച്ചിട്ടുള്ള അത് മാത്രമേ ചെയ്യാവൂ എന്ന് പഠിപ്പിക്കുന്ന ഒരു മതമാണ്. അനിവാര്യവും അത്യന്താപേക്ഷിതവുമായ സന്ദർഭങ്ങളിൽ മാത്രമാണ് ഈ ട്രിപ്പിൾ തലാഖ് അതല്ലെങ്കിൽ 3 തലാഖ് ഒരുമിച്ച് ചെല്ലുന്ന ഈ പ്രോസസ്സ് ഉണ്ടാകുന്നത്. ഇത് തന്നെ വളരെ ഒരുപാട് കേസുകൾ എടുത്തു നോക്കിയാൽ ആയിരക്കണക്കിന് കേസുകളിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഇത് സ്ത്രീകൾക്കെതിരാണെന്ന് ഇവിടെ പ്രചരിപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് ശരീഅത്തിലേക്കുള്ളൊരു കടന്നുകയറ്റം, ശരീഅത്തിനെ കുറിച്ച് വ്യക്തമായി പഠിക്കാത്തത് കൊണ്ടാണ്. ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള സ്ഥാനവും അവർക്ക് നൽകിയിട്ടുള്ള പരിഗണനയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ശരീഅത്ത് എത്രമാത്രം സ്ത്രീകൾക്ക് സ്ഥാനവും പരിഗണനയും നൽകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മനസ്സിലാക്കാതെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ ചില അജണ്ടകൾ വെച്ചു പുലർത്തുന്നവരും മുത്തലാഖിനോടും അതുപോലെ അതുവഴി ഇസ്ലാമിക ശരീഅത്തിലേക്കുമുള്ള ഒരു കടന്നുകയറ്റത്തിനുള്ള വഴിയൊരുക്കുന്നത്. തീർത്തും ശരീഅത്ത് വിരുദ്ധമാണ്. ഈ മുത്തലാഖ് കൊണ്ട് സ്ത്രീകൾക്ക് യാതൊരു അടിസ്ഥാന അവകാശവും നിഷേധിക്കപ്പെടുന്നില്ല. മാത്രമല്ല അത് ശരീഅത്തിലേക്കുള്ള കടന്നുകയറ്റമായത് കൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയും മറ്റും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഈ 3ഉം ചൊല്ലിയുള്ള മുത്തലാഖിന്റെ സാധ്യത ഏതായാലും ഈ വ്യക്തി നിയമം നൽകുന്നുണ്ടല്ലോ. അത് രാജ്യത്ത് എവിടെയെങ്കിലും ഒക്കെ പ്രയോഗിക്കപ്പെടുന്നുണ്ട് എന്നത് നമുക്ക് അറിവുള്ള കാര്യവുമാണ്. അതിനൊട്ടൊരുപാട് തെളിവുകളും ദുരിത ചിഹ്നങ്ങളും നമ്മൾ കാണുകയും ചെയ്തിട്ടുള്ളതാണ്. ഇത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹ ബന്ധം വേർപ്പെടുത്തുന്ന ഘട്ടത്തിൽ ഇരുവർക്കുമിടയിൽ ജനാധിപത്യപരമായ ഒരു ചർച്ചയോ സ്ത്രീയുടെ ഭാഗം കൂടി അവരുടെ ഇടം കൂടി അടയാളപ്പെടുത്തി പോകുന്ന ഒരു വിടപറയൽ സാങ്കേതിക ക്രമമോ അല്ല. മറിച്ച് ഏകപക്ഷീയമായി ഇനിയിപ്പോൾ എത്ര സങ്കീർണമായ കടമ്പകൾ കടക്കേണ്ടതുണ്ടെങ്കിലും അത് പുരുഷൻ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. സ്ത്രീയുടെ വോയിസിന് വിലയില്ലാത്ത ഒരു ഘട്ടത്തിലൂടെയാണ് മുത്തലാഖ് പോകുന്നത് എന്നതാണ്. അതുകൊണ്ടത് സ്ത്രീ വിരുദ്ധമാണ് എന്ന് അത് BJP സർക്കാരോ BJPക്കാരോ മാത്രമല്ല, പുറത്തുനിന്ന് പുരോഗമന ചിന്താധാരയ്ക്കൊപ്പം പോകുന്ന എല്ലാവരും പറയുന്നു. അത് സ്ത്രീ വിരുദ്ധമാണ് എന്ന് പറയാൻ കാരണങ്ങളുണ്ട് എന്നാണ്. അങ്ങനെയല്ലേ? സ്ത്രീക്ക് മുത്തലാഖിന്റെ ഘട്ടത്തിൽ അവരുടെ വോയിസിന് പ്രത്യേകമായ ഇടമുണ്ടോ? ഈ മുത്തലാഖ് എല്ലാ സമയത്തും ചെല്ലരുതെന്ന് ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാം മതത്തിൽ തന്നെ മുത്തലാഖിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. തൊലാഖ് 1ഓ 2ഓ ആക്കി ചുരുക്കണമെന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. പക്ഷെ അനിവാര്യമായും അത്യാവശ്യമായ സന്ദർഭങ്ങളിൽ ഇങ്ങനെ തൊലാഖ് ചൊല്ലിയാൽ അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടും എന്ന വാദം മാത്രമാണ് നമ്മൾ ഉയർത്തുന്നത്. പിന്നെ ഇതുകൊണ്ട് നഷ്ടമുണ്ടാകുന്നത് ഈ പുരുഷന് മാത്രമാണ്. ഇവിടെ സ്ത്രീകൾക്കെതിരാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഈ സ്ത്രീകൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും മറ്റും ചെയ്തുകൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും കേട്ടുകൊണ്ട് മാത്രമേ 2 തൊലാഖ് എക്സിക്യൂട്ട് ചെയ്യാവൂ എന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയും ഇസ്ലാമിക ടെക്സ്റ്റും അതിന്റെ പ്രിൻസിപ്പിളും ഗ്രാസ് റൂട്ട് ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നിടത്ത് പരാജയപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ വ്യാപകമായി ട്രിപ്പിൾ തൊലാഖ് എന്നതാണ്. ഇപ്പോൾ ഈ മുത്തലാഖിന് ഒട്ടനവധി സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒപ്പം സ്ത്രീയോട് അങ്ങേയറ്റത്തെ മാനുഷിക പരിഗണന കാട്ടണമെന്നും അവരെ ഒഴിവാക്കുന്ന ഘട്ടത്തിൽ അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന പരമാവധി സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതിന് ശേഷം മാത്രമേ ഈ തലാഖ് പൂർത്തീകരിക്കാൻ കഴിയൂ എന്നുമാണ് വ്യക്തി നിയമം പറയുന്നത് എന്നതാണ്. അങ്ങനെ ഈ നാട്ടിൽ വളരെ കൃത്യതയോടെ നടക്കുന്ന ഒന്നാണോ ഇത്? അതോ ഈ വ്യക്തി നിയമം എന്ന് പറയുന്നത് അങ്ങേയറ്റം വലിയ തോതിൽ ദുരുപയോഗം ചെയ്യപ്പെടുകയും അതിന് ഒട്ടനവധി ഇരകൾ ഉണ്ടാക്കപ്പെടുകയും ചെയ്തു എന്നതാണോ സത്യം? മുത്തലാഖ് മനുഷ്യത്വ വിരുദ്ധവും സ്ത്രീ വിരുദ്ധവുമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് മുത്തലാഖ് ചെല്ലുന്നതിന് മുമ്പ് പല സാങ്കേതിക കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് നടപ്പിലാക്കുന്നത്, വളരെ അപൂർവമായിട്ടാണ് നടക്കുന്നത് എന്നുള്ള ഒരു വാദം നമുക്ക് കേരളത്തിലെ മലപ്പുറം ജില്ലയിലും കാസർഗോഡും അതുപോലെ വളരെ പിന്നോക്കാവസ്ഥയിലുള്ള ഒരുപാട് മുസ്ലിം സ്ത്രീകൾ ഒരു ഫോൺ വഴിയുള്ള മുത്തലാഖ് പ്രകാരമോ അല്ലെങ്കിൽ വെറുതെ യാതൊരു അറിയിപ്പ് പോലുമില്ലാതെ വളരെ പെട്ടെന്ന് നടത്തുന്ന ഇത്തരം 3 പ്രാവശ്യം തലാഖ് എന്ന് പറഞ്ഞ് ഒഴിവാക്കപ്പെടുകയും അതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ നരകിക്കേണ്ടി വരുന്ന അവസ്ഥയും, പ്രത്യേകിച്ച് ഇത്തരം കേസുകളിലൊക്കെ പലപ്പോഴും മുത്തലാഖ് വേണ്ടി വരുന്നത് പുരുഷൻ മറ്റൊരു വിവാഹത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യത്തിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള നേരത്തെ സൂചിപ്പിച്ചു വളരെ എന്തെങ്കിലും
അടിയന്തര സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഇത് അനുവദിച്ചിട്ടുള്ളതെന്ന്. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൻ്റെയോ ഇന്ത്യയിലെയോ അല്ലെങ്കിൽ പല തരത്തിൽ നോക്കിയാലും ഈ രീതിയിലൊന്നും അല്ല ഇത് നടക്കുന്നത്. ഇതുപോലെ ലോകത്തെ 22ഓളം മുസ്ലിം രാജ്യങ്ങൾ മുത്തലാഖിന് അനുകൂലമല്ല. ഇപ്പോൾ ഇസ്ലാമിൻ്റെ ശരീഅത്തിൽ പറയുന്നതാണ് മുത്തലാഖ് എങ്കിൽ ലോകത്തുള്ള എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും ഒരേപോലെ ആയിരിക്കണം നിയമങ്ങൾ. ഖുർആന്റെ വ്യാഖ്യാനങ്ങളാണ് ഈ വരുന്നതൊക്കെ. ക്രോഡീകരിക്കപ്പെട്ട സ്വത്തവകാശത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വിവാഹത്തെക്കുറിച്ചോ വിവാഹമോചനത്തെക്കുറിച്ചുമൊക്കെയുള്ള ഖുർആനിലെ ഓരോ നിയമങ്ങളും ഓരോ ഇസ്ലാമിക രാജ്യത്തും ഓരോ തരത്തിലാണ്. അതിനർത്ഥം ഇതൊക്കെ വ്യാഖ്യാനങ്ങളാണ് എന്നാണ്. ക്രോഡീകരിക്കപ്പെട്ട ഒരു നിയമമാണെങ്കിൽ ലോകത്തുള്ള എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും എല്ലാ മുസ്ലിം മതവിഭാഗങ്ങളും ഒരേ രീതിയിൽ അനുസരിക്കേണ്ടതും ആയ നിയമങ്ങളായിരിക്കണം. ഇപ്പം ഈ വ്യാഖ്യാനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ എല്ലാ മതഗ്രന്ഥങ്ങളുടെയും വ്യാഖ്യാനങ്ങൾ നടന്നിട്ടുള്ളത് പുരുഷന്റെ കയ്യിലും പുരുഷാധിപത്യത്തിന്റെ കീഴിലും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഈ നിയമങ്ങളിലൊക്കെ കടന്നു വരുന്നത് പുരുഷൻ അനുകൂലമായ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുവരികയാണ്. അതായത് ഈ മുത്തലാഖ് എന്ന നിയമം സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതാണെന്ന് താങ്കൾ അടക്കമുള്ള ആളുകൾ വാദിക്കുമ്പോഴും ഈ രാജ്യത്ത് അത് നടപ്പിലാകുന്നത് അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായാണ്. അത് സ്ത്രീകൾക്കെതിരായി അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായി നടപ്പിലാക്കാൻ കഴിയുന്ന തരത്തിൽ ദുർബലവും ലൂപ്പ് ഹോൾസ് നിറഞ്ഞതുമായ ഒരു നിയമമാണ്. അത് ഖുർആനികമല്ല, അത് ഇസ്ലാമികമല്ല. അങ്ങനെയാണെങ്കിൽ ശരീഅത്ത് നിയമത്തിനെ അടിസ്ഥാനപ്പെടുത്തി രാജ്യഭരണം നടത്തുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും അതൊരു നിബന്ധനയായി കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ ചില ആളുകൾ വ്യക്തി നിയമം എന്ന പേരിൽ അതിനുവേണ്ടി വാശി പിടിക്കുകയാണ്. അതെങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? ഒരു നിലയ്ക്കും നിങ്ങൾ പറയും പ്രകാരം പഴുതടച്ച് നടപ്പിലാക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അങ്ങനെ പഴുതടച്ച് നടന്ന ചരിത്രമില്ലാത്ത സ്ത്രീകൾക്ക് ദുരിതം മാത്രം സമ്മാനിച്ചിട്ടുള്ള ഒന്ന് എന്ന നിലയിലാണ് നമ്മളതിനെ വായിച്ചിട്ടുള്ളത്. അക്കാര്യത്തിൽ നിയന്ത്രണം വേണം. നമുക്ക് കൂടുതൽ സുഭദ്രമായ നിയമ നടപടിക്രമങ്ങളിലൂടെ ഈ വിവാഹബന്ധം വേർപിരിയുന്ന നടപടിയിലേക്ക് പോകാം എന്ന് പറയുന്നതിനെ എന്തിനാണ് എതിർക്കുന്നത്? മുൻകാലങ്ങളിൽ മുസ്ലിം സമുദായം പല കാര്യങ്ങളുടെയും പേരിൽ നേരത്തെ റഹീം ചൂണ്ടിക്കാണിച്ചതുപോലെ പല വാശികളിലും തുറന്നു പോന്നവരാണ്. അതൊക്കെയും പൊട്ടിച്ചെറിഞ്ഞ് പുരോഗമനത്തിൻ്റെ വഴിയിലേക്ക് വിശ്വാസം കൈവിടാതെ തന്നെ വരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഈ വ്യക്തി നിയമം അങ്ങേയറ്റം അപകടം നിറഞ്ഞതും സ്ത്രീവിരുദ്ധവും അപ്രായോഗികവും യുക്തിരഹിതവും ആയതാണ്. അത് ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ എതിർവാദം ഉന്നയിക്കുന്നത്? ഹുദവി താങ്കളോട്. ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ വളരെ ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ലോകത്ത് ഒരു രാജ്യത്തും ഇസ്ലാമിക ശരീഅത്ത് പ്രകാരമുള്ള ഭരണം നടക്കുന്നില്ല. ലോകത്ത് ഭൂരിപക്ഷം 50% വരുന്ന മുസ്ലിം പോപ്പുലേഷനുള്ള രാജ്യങ്ങളെയാണ് പലരും മുസ്ലിം രാജ്യങ്ങളെന്നും ഇസ്ലാമിക രാജ്യങ്ങളെന്നും വിളിക്കുന്നത്. അവിടെയൊന്നും ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചല്ല ഭരണം നടക്കുന്നത്. ഒരു രാജ്യത്തും ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ഭരണം നടത്തുന്നില്ല. അവർ ഇസ്ലാമിക ശരീഅത്തിനെ അംഗീകരിക്കുന്നില്ല. അവർ ഓരോ മുസ്ലിം നാമധാരികളായിട്ടുള്ള രാജാക്കന്മാർ അവരുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനും പുരോഗതിക്കും അവരുടെ മികവിനും വേണ്ടി നിയമങ്ങളെ ഡ്രാഫ്റ്റ് ചെയ്യുകയും അത് നടപ്പിലാക്കുകയും അവർ മുസ്ലിം വേഷധാരികളും മുസ്ലിം നാമധാരികളും ആയതുകൊണ്ട് ലോകം മുഴുവൻ അതിനെ ഇസ്ലാമിക നിയമമായി കരുതപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഈവൻ സൗദി അറേബ്യയിൽ പോലും. എന്റെ ചോദ്യം കുറച്ചുകൂടി വ്യക്തമാക്കി തരാം. ഇക്കാര്യത്തിൽ ഇവിടെ നിങ്ങൾ ഈ പറയുന്ന നിയമം അങ്ങേയറ്റം ലൂപ്പ് ഹോൾസ് നിറഞ്ഞതാണ്, അങ്ങേയറ്റം അപക്വമാണ്. ആ നിയമം ദുരുപയോഗം ചെയ്ത ചരിത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. ഏറെയും അതിൻ്റെ ദുരിതം അനുഭവിച്ച ആയിരക്കണക്കിന് ആളുകളെ നമ്മൾ വായിച്ചും കണ്ടും അറിഞ്ഞതാണ്. അപ്പോൾ അത് നന്നായി നടപ്പിലാക്കാൻ കഴിയാത്ത ഒന്നാണ്. പുരുഷന് കൂടുതൽ പ്രാധാന്യമുള്ളതാണ്. സ്ത്രീയുമായി ഒരു ഡെമോക്രാറ്റിക് ഡിസ്കഷനും അസാധ്യമാക്കുന്നതാണ് ആ നിയമം. ആ നിയമം പരിഷ്കരിക്കണമെന്നത്, ആ നിയമം കൂടുതൽ പ്രായോഗികമാക്കണമെന്നത്, ആ നിയമം കൂടുതൽ കാലോചിതമാക്കണമെന്ന് പറയുമ്പോൾ എന്തിനാണ് ഇത്ര എതിർവാദം ഉന്നയിക്കുന്നത് എന്നതാണ്. നിങ്ങളുടെ വിശ്വാസത്തെ ഒന്നും തള്ളിക്കളയാൻ ആരും പറയുന്നില്ല, മറിച്ച് എല്ലാവർക്കും പറയൂ. ഇവിടെ ഇസ്ലാമിക വിശ്വാസ രീതികൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. പൂർണ്ണമായും ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. അവർ ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട്. ഇവിടെ ശരീഅത്ത് വിരുദ്ധമായി ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോഴും നടപടിക്രമങ്ങൾ പലതുമില്ലേ? അതാണ് മറുപടി പറയൂ. CPIM പോളിറ്റ് ബ്യൂറോ പറയുന്നത് ഏകപക്ഷീയവും കാലതാമസമില്ലാത്തതുമായ മുത്തലാഖ് ഒഴിവാക്കണമെന്നതാണ്. താങ്കൾ അത് കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്യുകയാണ്. മുത്തലാഖ് സ്ത്രീവിരുദ്ധമാണ്, അത് ഒഴിവാക്കണം, നിരോധിച്ചു പോകണം എന്നതാണ്. ഇപ്പോൾ ശ്രീ ഹുദവി സമസ്ത കേരള ജമിയത്തുൽ പ്രതിനിധിയാണ്. അദ്ദേഹം പറയുന്നു ഇവിടെ ഈ മുത്തലാഖ് എന്ന് പറയുന്നതിനെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടാവാം, കൂടുതൽ ഇരകൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ടാവാം. അതിൻ്റെ മറുപടി പറയേണ്ടത് അവരല്ല. പക്ഷേ ഈ വിശ്വാസത്തെ അങ്ങേയറ്റം സാങ്കേതിക ഭദ്രതയോടെ മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്ന
സ്ത്രീകൾക്ക് കൂടി പ്രാധാന്യം നൽകി മുത്തലാഖ് നടപ്പിലാക്കുന്ന ഒരു ചെറുസമൂഹമെങ്കിലും ഇവിടെ ജീവിച്ചിരിക്കുന്നു. അവരെ പൂർണ്ണ നിരോധനത്തിലൂടെ അവരെ കൂടി ആക്രമിക്കുകയാവും ചെയ്യുക. അത് മതവിശ്വാസത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്നതാണ് വാദം. ആ ന്യൂനപക്ഷത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള നല്ല ചെയ്തികൾക്ക് നേരെ കടന്നാക്രമണമായി ഞാനിതിനെ വായിക്കുന്നത്. ഇപ്പോൾ സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട്. ഇന്ത്യയിൽ ദളിതരെക്കാൾ പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്നതാണ് സച്ചാർ കമ്മിറ്റിയുടെ വിലയിരുത്തലും കണ്ടെത്തലും. ആ ജനവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഇന്ത്യയുടെ ഒരു ഇന്ത്യ എടുക്കണമല്ലോ. ആ ഇന്ത്യയിൽ എന്ത് നിയമസഹായമായിരിക്കും കിട്ടുക? മുത്തലാഖിനിരയായ ഒരു സ്ത്രീ എന്തെല്ലാം പീഡനങ്ങളായിരിക്കും ഏറ്റുവാങ്ങുക? ഇപ്പോൾ കേരളത്തിലെ അവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ ടീച്ചർ പറഞ്ഞല്ലോ. എൻ്റെ അനുഭവത്തിൽ തന്നെ വ്യക്തിപരമായി എത്രയോ അനുഭവങ്ങൾ എനിക്ക് നിരത്താനാകും, വ്യക്തിപരമായി പോലും. അപ്പോൾ അങ്ങനെ അനുഭവങ്ങൾ പറയാനുള്ള ഒരു പിടി പേർ ഏതൊരു കൂട്ടത്തിലും ഉണ്ടാകും ഇവിടെ. അങ്ങനെയുള്ള കേരളത്തിലാണ് ഇവർ പറയുന്നത്. ഉസ്താദ് ശ്രീ ഖുത്ബി ഇവിടെ ഇരുന്ന് പറയുന്നതെല്ലാം ഏകപക്ഷീയമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണ് നിങ്ങൾ സ്ത്രീകൾക്കുള്ള അവകാശങ്ങളെക്കുറിച്ച് പറയുന്നില്ലല്ലോ. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ വാശി പിടിക്കാൻ തയ്യാറുണ്ടോ? കേരളത്തിലെ മുസ്ലിം പൗരോഹിത സമൂഹം വാശിയെടുക്കാൻ തയ്യാറുണ്ടോ? ഇസ്ലാം നിഷേധിച്ച സ്ത്രീധനം കൊടുത്ത് വിവാഹം നടത്തുന്ന വിവാഹ ചടങ്ങിന് നിക്കാഹ് ഞാൻ ചെയ്തു കൊടുക്കില്ല എന്ന് താങ്കൾ ഉൾപ്പെടെയുള്ള പണ്ഡിത സമൂഹം തീരുമാനമെടുക്കാൻ തയ്യാറുണ്ടോ? ആർഭാട വിവാഹത്തിന് പൂർണ്ണമായ എതിരാണ് ഇസ്ലാം. ആ കോടികൾ ചിലവിട്ട് നടക്കുന്ന ആർഭാട വിവാഹങ്ങൾക്ക് ഞങ്ങൾ പങ്കെടുക്കില്ല, ഞങ്ങൾ ആ നിക്കാഹ് ചെയ്തു കൊടുക്കില്ല എന്ന് നിങ്ങൾക്ക് വാശി പിടിക്കാൻ കഴിവുണ്ടോ? കഴിയില്ലല്ലോ. ഇനി ഇസ്ലാം തന്നെ ഇതിന് അപ്പുറത്ത് സ്ത്രീക്കുള്ള അവകാശം പറയുന്നുണ്ടല്ലോ, ഫസഹ്. ഉസ്താദിന് അറിയാലോ എന്താ ഫസഹ് എന്ന്. സ്ത്രീക്ക് ലഭിക്കേണ്ട അവകാശം അത് ജീവിത ചെലവ് മുതൽ അവരുടെ ശാരീരികമായ ആവശ്യങ്ങൾ വരെയുണ്ട്. അതിന് ഒരു പുരുഷന് കഴിയാതെ വന്നാൽ സ്ത്രീക്ക് പുരുഷനെ ഉപേക്ഷിക്കാനുള്ള അവകാശമാണ് ഫസഹ് വഴി കൊടുക്കുന്നത്. എത്ര കണ്ടിവിടെ നടക്കുന്നുണ്ട്? ഖുൽ ഉണ്ടല്ലോ. ഭാര്യയ്ക്ക് ഭർത്താവിനെ ഇഷ്ടമല്ല, എന്നാൽ ഭർത്താവിന് ഭാര്യയെ ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു നിശ്ചിതമായ തുക കൊടുത്തുകൊണ്ട് തിരിച്ചാകാം. ഏതാ ഒരു തുക അങ്ങോട്ട് കൊടുത്തിട്ട് നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും കേരളത്തിൽ നടക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ ഏകപക്ഷീയമായൊരു വായന നടക്കുന്നതായി കാണാനാകും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിക നിയമമായി നിങ്ങൾ പറയുന്നു. ഇപ്പോൾ ഒരു കാലത്ത് അങ്ങ് വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞതാണ്, വീണ്ടും ആവർത്തിക്കാം. ഒരു കാലത്ത് നിങ്ങൾ പൂർണ്ണമായി ഫത്വ ഇറക്കിയിരുന്നു. ഇവിടെ ടെലിവിഷൻ കാണാൻ പാടില്ല, കല്യാണ ചടങ്ങുകളിൽ ക്യാമറയുമായി കടന്നു വരാൻ പാടില്ല, നിങ്ങൾ പറഞ്ഞിരുന്നതാണ്. ഫോട്ടോ എടുക്കാൻ പാടില്ല. ആ പറയുന്ന നിയമപ്രകാരമാണെങ്കിൽ താങ്കൾക്ക് ഈ ടെലിവിഷന് മുമ്പിൽ ഇരിക്കാൻ പറ്റില്ല, ഹറാമാണ് അന്ന് പറഞ്ഞ ഫത്വ പ്രകാരം. 2, നിങ്ങൾ പറഞ്ഞിരുന്നു പഠിക്കാൻ പോകാൻ പാടില്ല. മക്തിത്തങ്ങളത് പരിഷ്കരണ കാലഘട്ടത്തിൽ പ്രസക്തമായ ഒരു ഡയലോഗുണ്ട്. അദ്ദേഹം മക്തിത്തങ്ങൾ പറഞ്ഞു ഇംഗ്ലീഷ് നരകത്തിൻ്റെ ഭാഷയാണെന്ന് പറഞ്ഞിരുന്നു. ഇംഗ്ലീഷ് നരകത്തിൻ്റെ ഭാഷയാണെങ്കിൽ നിർബന്ധമായും നമ്മളെല്ലാവരും ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം. കാരണം അറിയാതെ എങ്ങാൻ നരകത്തിൽപ്പെട്ടു പോയാൽ ഒരു തുള്ളി വെള്ളം വാങ്ങി കുടിക്കണമെങ്കിൽ ഭാഷ അറിയണമല്ലോ, അതിനായിട്ടെങ്കിലും ഇംഗ്ലീഷ് പഠിക്കണമെന്ന് അന്ന് സാമുദായിക പരിഷ്കർത്താവായ മക്തിത്തങ്ങൾ അന്ന് പറഞ്ഞതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായ വിലക്കുകളെ മാറണ്ടേ? ഇവിടെ നിങ്ങളീ പറഞ്ഞതുപോലെ നിങ്ങളുടെ വിശ്വാസത്തിനുമേൽ കടന്നാക്രമണവും വ്യക്തമായ അജണ്ടയുമായിട്ടാണ് സംഘപരിവാർ വരുന്നത് എന്ന തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. അതിനെ ഇക്കാര്യത്തിൽ മതവിശ്വാസം ശരിയായ അർത്ഥത്തിൽ ശരീഅത്ത് നടപടിക്രമങ്ങളും ശരിയായ അർത്ഥത്തിൽ പാലിച്ചു പോകുന്ന ചെറുസമൂഹത്തിന് വേണ്ടിയെങ്കിലും മുത്തലാഖ് നിലനിർത്തണമെന്നതാണ് പുരോഹിത വിഭാഗത്തിൽ ഒരു കൂട്ടം ആളുകളുടെ നിലപാട്. എത്രത്തോളം യുക്തിസഹമാണ്, അല്ലെങ്കിൽ പുരോഹിതർ ഇപ്പോഴെടുക്കുന്ന ഈ നിലപാട് എത്രത്തോളം സമുദായത്തിൻ്റെ മുഴുവൻ താല്പര്യത്തെ അഡ്രസ്സ് ചെയ്യുന്നതാണെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അതോ ഇത്തരം വിഷയങ്ങൾ ഇപ്പോൾ നേരത്തെ റഹീം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഈ സമുദായത്തിനകത്ത് നിലനിൽക്കുന്ന ഒട്ടൊരുപാട് പ്രശ്നങ്ങൾ ബാക്കിയാണ് ഇപ്പോഴും, സ്ത്രീധനം അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, അതിന്മേലൊന്നും എടുക്കാത്ത സവിശേഷ താല്പര്യം ഇതിലെടുക്കുന്നതിൽ വേറെ എന്തെങ്കിലും പ്രത്യേകമായ അജണ്ട ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് വിമർശിക്കുന്നുണ്ടോ? തീർച്ചയായും കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാർ സർക്കാരിൻ്റെ നയങ്ങൾ മുസ്ലിങ്ങളിൽ ഭീതി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഏകീകൃത സിവിൽ കോഡിൻ്റെ കാര്യം വരുമ്പോഴും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഭരണഘടന പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഭരണഘടനാപരമായ ഈ അവകാശങ്ങൾ ഇതുവരെ വന്ന ഒരു ഭരണകൂടവും അത് നടപ്പിലാക്കാൻ തയ്യാറാകാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഈ BJP സർക്കാർ അത് കൊണ്ടുവരുമ്പോൾ ഒരുപക്ഷെ ഇത് ജനപ്രീണനം അല്ലെങ്കിൽ പ്രീണന നയമാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, മുമ്പുള്ള സർക്കാരിനും പ്രീണന നയമാണെങ്കിൽ ഇത് ചെയ്യാമായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു ആശങ്ക നിലനിൽക്കുമ്പോൾ തന്നെ ആ ആശങ്കയെ പരിഹരിക്കേണ്ടതുണ്ട്. പക്ഷേ CPM പോളിറ്റ് ബ്യൂറോ മുത്തലാഖിനെ
എതിരായിട്ട് എടുക്കുകയും അതേസമയം ഒളിച്ചു കടത്താൻ ഏകീകൃത സിവിൽ കോഡ് ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഒരു പ്രീണനം വേറൊരു തരത്തിലുള്ള ഒരു പ്രീണനം നടത്താൻ ഉദ്ദേശിക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം സ്ത്രീവിരുദ്ധമായ നിയമങ്ങൾ ഏകീകൃത സിവിൽ കോഡിലൂടെ സ്ത്രീവിരുദ്ധമായ ഇത്തരം നിയമങ്ങളൊക്കെ പരിഷ്കരിക്കേണ്ടതുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ നിയമങ്ങൾ ഈ പറഞ്ഞ ശരീഅത്ത് പ്രകാരം ജീവിക്കുന്ന ഒരു ന്യൂനപക്ഷമുണ്ട് എന്ന് പറയുന്നു. ആ ഒരു ന്യൂനപക്ഷത്തിന് വേണ്ടി എനിക്ക് തോന്നുന്നില്ല, കാരണം ശരീഅത്ത് പറയുന്നത് പോലെ അല്ലെങ്കിൽ ഖുർആനും ഹദീസും പറയുന്നത് പോലെ ജീവിക്കാൻ ഒരു ആധുനിക സമൂഹത്തിൽ കഴിയുന്ന കാര്യത്തിൽ കഴിയാൻ സാധ്യതയില്ല. കാരണം എല്ലാ ഇതും കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും സ്ത്രീകൾക്ക് അനുകൂലമാകും എന്ന് തോന്നുന്ന നിയമങ്ങളുടെ ഭാഗം വരുമ്പോൾ മാത്രമാണ് ഇത്തരം വാദങ്ങൾ ഉയർന്നു വരുന്നത്. എന്തുകൊണ്ട് ക്രിമിനൽ നിയമങ്ങൾ, ക്രിമിനൽ നടപടിക്രമങ്ങളിൽ ഈ പറയുന്നത് പോലെ ഓരോ വിഭാഗത്തിനും അവരുടേതായ ക്രിമിനൽ നിയമങ്ങൾ വേണമെന്ന് വാദിക്കാത്തത്? വ്യഭിചാരത്തിന് കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിക നിയമം പറയുന്നത്. എന്തുകൊണ്ട് ഇന്ത്യയിലും വ്യഭിചാരത്തിന് ഈ കുറ്റം കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറയാൻ ഇവർ തയ്യാറാകും? ചോദ്യമാണ് ശ്രീ ജെ.ആർ. പത്മകുമാർ. ഇവിടെ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചർച്ചയും ഇതോടൊപ്പം തന്നെ ഉയർന്നു വരുന്നുണ്ട്. ഇന്നിപ്പോ കെ.ടി. ജലീൽ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി സംസാരിക്കവേ പറഞ്ഞത് ഇത് മുത്തലാഖ് മനുഷ്യത്വരഹിതമാണ്, പക്ഷെ അതിന്റെ മറവിലൂടെ ഏക സിവിൽ കോഡ് കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കരുത് എന്നതാണ്. ഏക സിവിൽ കോഡിലും ചില ന്യായവാദങ്ങൾ ഉന്നയിക്കുകയാണ് ഇപ്പോൾ സുൽഫത്ത് ടീച്ചറൊക്കെ ചെയ്യുന്നത്. CPIM പറയുന്നത് മുത്തലാഖ് നിർത്താം, ഏക സിവിൽ കോഡിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ എന്നതാണ്. ഇപ്പോൾ ഡെമോക്രസി, സ്ത്രീപക്ഷം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പാതി സത്യസന്ധതയെ CPIM പോലെയുള്ള പുരോഗമന പ്രസ്ഥാനങ്ങൾക്കുള്ളൂ എന്ന വിമർശനം താങ്കൾക്കുണ്ടോ? അല്ല, CPM ഇതിൽ രാഷ്ട്രീയം കാണാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. ഇതിലൊരു ഒരു വർഗീയ പ്രീണനം നടത്തി കുറച്ച് വോട്ട് നേടുക എന്നുള്ളതാണ്. അല്ലാതെ ഇതിന് ഏതൊരു ആത്മാർത്ഥവുമില്ല. അവരതിനെ പലപ്പോഴും ഈ ഷബാനു കേസ് വന്ന സമയത്ത് EMSന്റെ എന്താ പറഞ്ഞിരുന്നത്? അന്ന് മുസ്ലിം സംഘടനകൾ EMSനെതിരായിട്ട് എന്താ വിളിച്ച് ഞങ്ങൾ 2 കെട്ടും 4 കെട്ടും ഓണമെങ്കിൽ EMSന്റെ ഓളയും കെട്ടുമെന്ന് മുദ്രാവാക്യം വിളിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അന്ന് CPM എടുത്ത നിലപാടിന് എതിരായിട്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു. ഇതിനെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് എല്ലാവരോടും യോജിച്ച ഒരു സമന്വയത്തിലൂടെ നടപ്പിലാക്കൂ. ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത് ഇത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ നിയമം അടിച്ചേൽപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ അല്ല. എല്ലാ മതത്തിൻ്റെയും നന്മകളെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പൊതു സിവിൽ നിയമം കൊണ്ടുവരുന്നു വരുമ്പോൾ എന്തിനാ ഭയപ്പെടുന്നത്? ഞാൻ ചോദിക്കട്ടെ, 1994 ഡിസംബർ മാസം 18-ാം തീയതി പാകിസ്ഥാനിൽ കുറേ സ്ത്രീകൾ ഒന്നിച്ചു കൂടിയിട്ടുണ്ട് വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന്. വിമൻസ് ലിവിംഗ് അണ്ടർ മുസ്ലിം ലാസ്, അവരെല്ലാവരും കൂടി വന്നിട്ട് പറഞ്ഞത് ശരീഅത്ത് നിയമം കാലോചിതമായി പരിഷ്കരിക്കണം എന്നാണ്. അത് അന്ന് അവർ അങ്ങനെ ആ സ്ത്രീകളുടെ ഇടയിൽ നിന്ന് തന്നെ, മുസ്ലിം രാജ്യങ്ങളിലെ സ്ത്രീകളുടെ ഇടയിൽ തന്നെ ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വരാൻ കാരണം എന്താണ്? അതേപോലെ തന്നെ ഇത് ഇപ്പോൾ നേരത്തെ റഹീമും സൂചിപ്പിച്ചു, ടീച്ചറും സൂചിപ്പിച്ചു, ഈ തലാഖ് എന്ന് മുത്തലാഖ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശരീഅത്ത് നിയമം എന്ന് പറയുന്നത് അത്രയും സവിശേഷവും അല്ലെങ്കിൽ സുന്ദരവുമായ ഒരു നടപടിയാണെങ്കിൽ ഈ അവകാശം സ്ത്രീക്കും കൊടുക്കണ്ടേ? ആ സ്ത്രീക്ക് കൊടുക്കാതെ ഇത് പുരുഷന് മാത്രം വെക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇത് ലിംഗസമത്വത്തിന് എതിരാണ് എന്നുള്ളതാണ്. പിന്നെ സിവിൽ കോഡിനെ കുറിച്ച് ഞാനൊരു കാര്യം പറയാം. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് കോമൺ സിവിൽ കോഡ് നിലവിലുണ്ട്. 1870 പോർച്ചുഗീസുകാർ ആരംഭിച്ച ഗോവയിൽ ഈ സിവിൽ നിയമം ഇന്ന് നിലവിലുണ്ട്. അത് 1966 അവർ പോയതിനു ശേഷം ശ്രീമതി ഇന്ദിരാഗാന്ധി അവിടുത്തെ യൂണിഫോം സിവിൽ കോഡ് നിലനിർത്തുന്നതിന് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആ ഗോവയിൽ ഒരു സമുദായവും പറയുന്നില്ലല്ലോ ഞങ്ങളുടെ പേഴ്സണലായ അവകാശങ്ങൾ നിഷേധിച്ചു എന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ അവകാശം അനുസരിച്ച് ജീവിക്കാൻ മറ്റു മതങ്ങൾ നിർബന്ധിതരാകുന്നു എന്ന് ആരും പറയുന്നില്ലല്ലോ. ഏക സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കുന്നത് ഗുണത്തേക്കാൾ ദോഷം ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. മുത്തലാഖിനെ കുറിച്ച് മാത്രമല്ല, രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളുടെയും പേരിലുള്ള വ്യക്തി നിയമങ്ങൾക്ക് കാലോചിതമായ പരിഷ്കാരം വേണമെന്നാണ്. ഇപ്പോൾ ഹിന്ദു വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട് ദത്തെടുക്കൽ, സ്വത്തവകാശം, പങ്കാളിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, ഇത്തരം കാര്യങ്ങളിലൊക്കെയുള്ള നിയമങ്ങളിൽ പൊളിച്ചെഴുത്തു വേണമെന്ന് CPIM ആവശ്യപ്പെടുന്നുണ്ട്. മുത്തലാഖിൻ്റെ കാര്യത്തിലെടുക്കുന്ന അതേ പരിഷ്കൃത നിലപാട് ഇത്തരം കാര്യങ്ങളെല്ലാം എടുക്കുക എന്നതാണോ നിങ്ങളുടെ നയം? അതോ മുത്തലാഖ് മാത്രം ഇപ്പോൾ തിരുത്തുകയാണോ പരിപാടി?
അങ്ങനെയല്ല. ഈ യൂണിഫോം സിവിൽ കോഡിനെ സംബന്ധിച്ചുള്ള നിലപാട് വളരെ വ്യക്തമാണ്. എല്ലാ മതവിഭാഗത്തിനകത്തുമുള്ള ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മകൾ പരിഷ്കരിക്കപ്പെടണം. ഹിന്ദു സമൂഹം ഒട്ടേറെ പരിഷ്കാരങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. 1954 നെഹ്റു ഈ ഹിന്ദു കോഡ് ക്രോഡീകരിച്ചുകൊണ്ട് ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞത് കാലക്രമണത്തിൽ യൂണിഫോം സിവിൽ കോഡ് വരും, ഇപ്പം സമയമായിട്ടില്ല എന്നാണ് അന്ന് പറഞ്ഞത്. എല്ലാ ഇന്നും ഹിന്ദു മതത്തിനകത്ത് ഒരുപാട് അനാചാരങ്ങൾ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ജീവിച്ചിരിക്കുമ്പോൾ ഭർത്താവ് മരിച്ചുപോയാൽ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ ഭർത്താവിൻ്റെ സ്വത്തിൻ്റെ ഒരു ഭാഗം അമ്മയ്ക്ക് പോകും. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അവർക്ക് പൂർണ്ണമായ അവകാശം കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് അസമത്വങ്ങളുണ്ട്. ഇപ്പം തന്നെ ക്രിസ്ത്യൻ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിവാഹമോചനം വേണമെങ്കിൽ 2 വർഷക്കാലം വേർപെട്ട് ജീവിക്കണം. അതേസമയം ഹിന്ദുവിനാണെങ്കിൽ 1 വർഷം മതി, മറ്റു മതത്തിലാണെങ്കിൽ ഇത് ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ നിലപാടുകളുണ്ട്. ഇതിൽ മാറ്റം വന്ന് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു നിയമം കൊണ്ടുവരുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഏറ്റവും പ്രസക്തമായൊരു കാര്യം, ഇപ്പോൾ ടീച്ചർ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം, ഇത് ഈ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് സുപ്രീം കോടതി പറഞ്ഞ കാര്യം തന്നെ വിവാഹവും വിവാഹമോചനവും ദത്തും അതുപോലെ തന്നെ പിന്തുടർച്ചയും ഇത് മാത്രമാണ്. ബാക്കി അവരുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും പ്രശ്നമല്ല, ഏത് വേണമെങ്കിലും അവർക്ക് ഫോളോ ചെയ്യാം. പക്ഷെ ഇത്തരം കാര്യങ്ങൾ ഒരു പൊതു നിയമം വേണം. പക്ഷെ ഇത് ഈ പറയുന്ന കാര്യങ്ങൾ ഈ മുസ്ലിം സ്ത്രീകൾക്ക് മാത്രം ബാധകമാണ്, മറ്റു സ്ത്രീകൾക്ക് ബാധകമല്ല. സമസ്തയുടെ പ്രതിനിധി മലപ്പുറം സ്റ്റുഡിയോയിൽ ഹുദവി, താങ്കൾ മറുപടി പറയേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, റഹീം നേരത്തെ ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് അതായത് സമുദായത്തിനകത്തെ മറ്റ് ഇസ്ലാമിക വിരുദ്ധമായ, ഇസ്ലാം ശരീഅത്തിന് വിരുദ്ധമായ സ്ത്രീധന സംവിധാനം അടക്കമുള്ളവ തടയുന്നതിന് മാതൃകാപരമായ ധീരോദാത്തമായ എന്തു നിലപാട് പണ്ഡിത സമൂഹം എടുക്കുന്നുണ്ട്? അതെടുക്കാത്തിടത്തോളം കാലം ഈ പറയുന്നത് പ്രത്യേക താല്പര്യം വെച്ചാണെന്ന വിമർശനത്തിന് സാധുതയുണ്ട്. ഒന്ന്. മറ്റൊന്ന്, ശരീഅത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഈ പറയുന്ന മൊഴിചൊല്ലടക്കമുള്ള സ്ത്രീവിരുദ്ധമായ കാര്യങ്ങളിൽ മാത്രമേ ശരീഅത്തിന് വേണ്ടി വാശിയുള്ളൂ. അല്ലാതെ ക്രിമിനൽ നടപടിക്രമങ്ങളിൽ എവിടെയെങ്കിലും ശരീഅത്ത് വേണമെന്ന വാശി ഇവർക്കാർക്കും ഇല്ല എന്നതാണ്. പിന്നെ ഇപ്പോൾ JR പത്മകുമാർ ചൂണ്ടിക്കാണിച്ച ഈ ലിംഗസമത്വത്തിൻ്റെ വിഷയം എപ്പോഴും മുത്തലാഖുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നതാണ്. അതിന് കൃത്യതയുള്ള ഉത്തരം നൽകാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. താങ്കളുടെ മറുപടി എന്താണ് ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ? ഒന്ന്, ആദ്യമായി ചോദിച്ച സ്ത്രീധനം എന്നുള്ളത്, അതിനെ നിരുത്സാഹപ്പെടുത്തുകയും അതിനെതിരെ സംസാരിക്കുകയും ചെയ്യുന്ന നിരവധി പണ്ഡിതന്മാർ ഇന്നും നമ്മളുടെ നാട്ടിലും എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. അത് ഇസ്ലാമികമല്ല, ഇസ്ലാമിക ആചാരം മുറുകെ പിടിക്കുന്നത് കൊണ്ട് വന്നതുമല്ല, അത് പ്രാദേശികമാണ്. ഇന്ത്യ രാജ്യത്ത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെ സ്ത്രീധനം കൊടുക്കുന്നുണ്ട്. അതേപോലെ മറ്റു രാജ്യങ്ങളിൽ മുസ്ലിം പോപ്പുലേഷൻ വർദ്ധിച്ച രാജ്യങ്ങളിൽ പുരുഷൻ സ്ത്രീക്കാണ് കൊടുക്കുന്നത്. അവിടെ ക്രിസ്ത്യാനികളും എല്ലാവരും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അത് പ്രാദേശികമാണ്. ഇന്ത്യ രാജ്യത്തിന്റെ സവിശേഷമായിട്ടുള്ള സാഹചര്യങ്ങളിൽ വന്നതാണ് സ്ത്രീധനം. അറബ് രാജ്യങ്ങളിൽ പുരുഷന്മാർ ഈ മഹർ കൊടുക്കാൻ ഇന്ത്യ രാജ്യത്തിന്റെ സവിശേഷതയെ കുറിച്ചല്ലോ ഹുദവി സംസാരിക്കുന്നത്, ഇസ്ലാം മതത്തിന്റെ ശരീഅത്ത് നിയമത്തെ കുറിച്ചാണ്. അപ്പോൾ അവിടെ ഇന്ത്യ രാജ്യത്തിന്റെ സവിശേഷതയ്ക്ക് എന്താണ് പ്രാധാന്യം? ആ പ്രാധാന്യത്തെ നിങ്ങൾ ഉൾക്കൊള്ളുമെങ്കിൽ മറ്റു പലതും ഉൾക്കൊള്ളേണ്ടി വരും. നിങ്ങൾ ഇസ്ലാമിക ശരീഅത്തിനെ കുറിച്ച് മാത്രം പറയൂ. സ്ത്രീധനം ഇസ്ലാമിക ശരീഅത്തിന് യോജിക്കുന്നതാണോ അല്ലയോ? അല്ലെങ്കിൽ അത് ഇവിടെ നടക്കുന്നുണ്ട്, ഇസ്ലാമിക വിരുദ്ധമാണ്, അതിന് നിങ്ങൾ പലരും കാർമ്മികത്വം വഹിക്കുന്നുമുണ്ട്. അതിനെ തടയാൻ നിങ്ങൾ പ്രഭാഷണം നടത്തിയാൽ പോരാ, കർശനമായ നടപടികളിലേക്ക് പോകണം. ശരീഅത്തിന്റെ ഭാഗമായ മുത്തലാഖ് ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്ന വാശി ഇവിടെ സ്ത്രീധനം നിരോധിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കില്ല. ആ പറയുന്ന നിങ്ങൾ ഇസ്ലാമികവും ഇന്ത്യൻ സവിശേഷതയും തമ്മിൽ ചേർത്ത് വെച്ചാൽ പൊരുത്തക്കേടുണ്ട്. ശരീഅത്ത് പരമായിട്ട് സ്ത്രീധനം എവിടെയും പറയുന്നില്ല. അത് നിരുത്സാഹപ്പെടുത്തുകയേ പണ്ഡിതന്മാർ ചെയ്യുന്നുള്ളൂ. ഇവിടെ ശരീഅത്ത് പരമായിട്ട് സ്ത്രീധനത്തിന് ഒരിക്കലും ലീഗൽ ബാക്കപ്പ് ആരും കൊടുക്കുന്നില്ല. അവിടെ പണ്ഡിതന്മാർ അതിനെ നിരുത്സാഹപ്പെടുത്തുകയും അതിനെതിരെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നിടത്ത് പരാജയപ്പെടുന്നത് ഈ നമ്മുടെ അവയർനെസിന്റെ കുറവാണ്. സ്ത്രീധനം വാങ്ങാത്തവരാണ് ഭൂരിപക്ഷം. ഹുദവി, അതാണ് റഹീം പറയാൻ ശ്രമിക്കുന്നത്. ഇസ്ലാം വിരുദ്ധമാക്കിയ, ഇസ്ലാമിക വിരുദ്ധമാണ് സംവിധാനം, അതിന് നിങ്ങൾ കാർമ്മികത്വം വഹിക്കുന്നുണ്ട് ഈ പണ്ഡിതന്മാർ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. അതിനെ നിരാശപ്പെടുത്തിയാൽ പോരാ. നിങ്ങൾ ഇപ്പൊ ഇസ്ലാമിക ശരീഅത്തിന്റെ ഭാഗമാണെന്ന് മുത്തലാഖിന് വേണ്ടി നിലകൊള്ളുന്നല്ലോ. ആ നിങ്ങൾ സ്ത്രീധനമില്ലാത്ത ഇസ്ലാം സ്ഥാപിക്കപ്പെടണം എന്ന ആശയത്തിന് വേണ്ടി നിലകൊള്ളുന്നില്ല എന്നതാണ്. നിങ്ങൾ പറയുകയാണ് ഇന്ത്യൻ സവിശേഷതയുടെ ഭാഗമായി ഉണ്ടാക്കപ്പെട്ടതാണെന്ന്. അങ്ങനെ ഇന്ത്യൻ സവിശേഷതയോട് നിങ്ങൾ ഉൾച്ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മുത്തലാഖിനെ എടുത്ത് പടിക്ക് പുറത്ത് കളയണം. സ്ത്രീധനം എന്നുള്ളതിന് ഇസ്ലാമികപരമായിട്ട് യാതൊരു പിൻബലവുമില്ല.
അത് പക്ഷേ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇവിടുത്തെ പണ്ഡിതരത്തരം കല്യാണങ്ങൾ നടത്തി കൊടുക്കുന്നുണ്ട്. അത്തരം ആർഭാട വിവാഹങ്ങളുടെ നടുവിൽ നിന്ന് നിങ്ങൾ ചിത്രവും എടുക്കുന്നുണ്ട്. താങ്കളെയല്ല, താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന പുരോഹിത സമൂഹം ഇവിടെ സ്ത്രീധനമുള്ള കല്യാണങ്ങളിൽ പങ്കെടുക്കുന്നില്ല, അല്ലെങ്കിൽ അത് ഈ സമുദായത്തിന്റെ നേതൃത്വം നടത്തിക്കൊടുക്കില്ല എന്ന കർശന നിലപാട് സ്വീകരിക്കാത്തവരാണ്. ഇസ്ലാമിക ശരീഅത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇരട്ടത്താപ്പാണെന്ന് പറയാൻ വിമർശകർക്ക് എപ്പോഴും നിങ്ങൾ അവസരമുണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് സ്ത്രീധനമുള്ള വിവാഹം നടക്കുന്നതിൽ കൃത്യമായ എതിർപ്പില്ല. പ്രഭാഷണത്തിലൂടെ നിരാശപ്പെടുത്തുക മാത്രമേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് മുത്തലാഖ് ശരീഅത്തിന്റെ ഭാഗമായതുകൊണ്ട് അത് വേണം താനും. ഇസ്ലാമിക വിരുദ്ധത കൊടികുത്തി വാഴുകയാണ് ഇവിടെ സമുദായത്തിൽ. അത് തടയാൻ നിങ്ങൾക്ക് കർശന നടപടിയില്ല. സ്ത്രീധനവും മുത്തലാഖും തമ്മിലുള്ള വ്യത്യാസം, ഈ മുത്തലാഖ് എന്നുള്ളത് ഈ മുസ്ലിം മതസ്ഥത്തിലുള്ള പുരുഷന്മാർക്ക് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഈ അനുവദിച്ചിട്ടുള്ള ഒരു ഓപ്ഷനെ ഇല്ലാതാക്കുമ്പോഴാണ് ഇസ്ലാമിക ശരീഅത്തിലേക്കുള്ള കടന്നുകയറ്റമായിട്ട് നമ്മൾ അതിനെ വിലയിരുത്തുന്നത്. കല്യാണം കഴിക്കുന്ന നിർധന കുടുംബത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ എണ്ണി വാങ്ങുന്ന അങ്ങേയറ്റം കിരാതമായ ഈ നടപടി ഇസ്ലാം അനുശാസിക്കുന്നതാണോ? അങ്ങനെ പണം വാങ്ങുന്നതിന്, അങ്ങനെ ദുരിതമുണ്ടാക്കുന്നതിന് ഇസ്ലാം എന്തെങ്കിലും തരത്തിലുള്ള പച്ചക്കൊടി വീശിയിട്ടുണ്ടോ? അത് താങ്കൾ പറയൂ. തലാഖ് ചൊല്ലാൻ അനുവാദമുണ്ട്. പറയൂ ടീച്ചർ, പറയൂ. ഒരു മിനിറ്റ്, എന്റെ മറുപടി പൂർണ്ണമാട്ടെ. ഒരു വിഷയം മാത്രമല്ല, ഇതുപോലെ ഇവിടെ നേരത്തെ പറഞ്ഞു, സഹോദരൻ പറഞ്ഞു ഇംഗ്ലീഷ് ഭാഷയുടെ വിഷയം ഒരു വിഷയം. ഞാൻ എന്റെ മറുപടി പൂർത്തീകരിച്ചിട്ട് ബാക്കി പറയാം. ഇംഗ്ലീഷ് ഭാഷ ഇവിടെ നിരുത്സാഹപ്പെടുത്തിയത് ഇവിടെ മുസ്ലിം പണ്ഡിതന്മാർ മാത്രമല്ല, ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജി ഇംഗ്ലീഷിനെതിരെയുള്ള വാക്കുകൾ എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെ ക്രിമിനൽ ലോയുടെ വിഷയം പറഞ്ഞു. ഈ ക്രിമിനൽ ലോ നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം പരിപൂർണമായ ശരീഅത്ത് പ്രകാരമുള്ള ഒരു സ്റ്റേറ്റ് സ്ഥാപിക്കപ്പെടുമ്പോൾ മാത്രമാണ്. അങ്ങനെ പരിപൂർണമായ ഇസ്ലാമിക ശരീഅത്ത് പ്രകാരമുള്ള ഒരു സ്റ്റേറ്റ് സ്ഥാപിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അവിടുത്തെ അങ്ങനെ അതിന്റെ എല്ലാവിധ ഘടകങ്ങളും ഒത്തുവന്നാൽ മാത്രമേ അവിടെ ഇസ്ലാമിക ശരീഅത്ത് പ്രകാരമുള്ള ശിക്ഷാ മറുപടി എന്താണ്? ഒന്ന്, ഇസ്ലാമിക താങ്കളുടെ ചോദ്യത്തിനുള്ള മറുപടി ഏതാണ്? ഇസ്ലാമിക ശരീഅത്തുള്ള ഇസ്ലാമിക രാഷ്ട്രം സംസ്ഥാപനം അത് സാധ്യമാകുന്ന ഘട്ടത്തിൽ മാത്രമേ ശരീഅത്ത് നിയമപ്രകാരമുള്ള ക്രിമിനൽ നടപടിക്രമങ്ങൾ സാധ്യമാകൂ. അതുവരെ നമ്മൾ ഇസ്ലാമികമല്ലാത്ത ഒരു രാജ്യത്ത് താമസിക്കുമ്പോൾ ശരീഅത്തിലെ ചില പ്രത്യേക ഭാഗങ്ങൾ മാത്രം നമ്മൾ ഉപയോഗിക്കുകയും ഇസ്ലാമിക രാഷ്ട്രം വരുമ്പോൾ മാത്രം ഈ പറയുന്ന ക്രിമിനൽ നടപടിക്രമങ്ങളിലേക്ക് പോയാൽ മതി. അങ്ങനെ ഒരു ഇളവ് ഇസ്ലാമിക ശരീഅത്ത് അതിന്റെ പൗരന്മാർക്ക് കൊടുക്കുന്നുണ്ടോ? പറയാൻ കഴിയുമോ? ക്രിമിനൽ നിയമങ്ങൾ അതോടൊപ്പം ശരീഅത്ത് ക്രിമിനൽ നിയമങ്ങൾ ശരീഅത്ത് നടപ്പിലായ രാജ്യത്ത് മാത്രമേ നടപ്പിലാക്കാൻ പാടുള്ളൂ എന്നും സിവിൽ നിയമങ്ങൾ എല്ലാ രാജ്യത്തും നടപ്പിലാക്കണമെന്ന് ഏതെങ്കിലും ഖുർആനിലോ ഹദീസിലോ പറഞ്ഞതായിട്ട് എനിക്കറിവില്ല. നിയമങ്ങൾ എന്ന് പറയുന്നത് ക്രിമിനൽ നിയമമായാലും സിവിൽ നിയമമായാലും ശരീഅത്ത് ഒരു നിയമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിയമമായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരീഅത്ത് നിയമം എന്ന രീതിയിൽ ക്രോഡീകരിക്കപ്പെട്ട ഒരു നിയമമില്ലെന്നും വ്യാഖ്യാനങ്ങളാണ് ഉള്ളത് എന്നുള്ള കാര്യം ഇന്ന് ലോകത്താകമാനം ചർച്ച ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ക്രിമിനൽ നിയമത്തിൽ ഇസ്ലാമിക രാജ്യം വന്നിട്ട് മതി എന്ന് പറയുന്നത് അത് പുരുഷന് അനുകൂലമായിട്ടുള്ള, കാരണം ഈ ക്രിമിനൽ നിയമങ്ങൾ പലപ്പോഴും ബാധകമാകുക പുരുഷനെ സംബന്ധിച്ചിടത്തോളമാണ്. സ്വത്തവകാശം, വിവാഹമോചനം, അതുപോലെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളിൽ മാത്രമാണ് ഈ ഏകീകൃത സിവിൽ കോഡിന്റെ കാര്യമായാലും മറ്റ് ഈ പറയുന്ന മുത്തലാഖിന്റെ കാര്യമായാലും വരുന്നത്. ഒരിക്കലും ഒരു മുസ്ലിം പുരുഷന് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു ആനുകൂല്യം എന്ന് പറയുന്ന രീതിയിൽ അതിനെ കൊണ്ടുവരുന്നത് കണ്ടു. തലാഖ് ചെല്ലണ്ട അല്ലെങ്കിൽ വിവാഹമോചനം മുസ്ലിം പുരുഷന് പാടില്ല എന്നല്ല പറയുന്നത്. 3 പ്രാവശ്യം അവന്റെ ഇഷ്ടം പോലെ സ്ത്രീയുടെ യാതൊരു സ്ത്രീക്ക് യാതൊരു പരിഗണനയും കൊടുക്കാതെ അല്ലെങ്കിൽ സ്ത്രീയുടെ മാനസികമോ ശാരീരികമോ അവസാനിപ്പിക്കണമെന്നതാണ് പുരോഗമന സമൂഹം ആവശ്യപ്പെടുന്നത്. ഇവിടെ പുരോഹിതരുടെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് ശരീഅത്ത് നിയമത്തിലെ സിവിൽ നിയമങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട കാര്യം ടീച്ചർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. സിവിൽ നിയമങ്ങളുടെ ഏറ്റവും വലിയ ഗുണഭോക്താവ് എന്ന് പറയുന്നത് പുരുഷനാണ്. ക്രിമിനൽ കേസുകൾ എടുത്താൽ അതിൽ ഏറ്റവും കൂടുതൽ അക്കിടി പറ്റാൻ പോകുന്നതും പുരുഷനായിരിക്കുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് പുരുഷാധിപത്യ പൗരോഹിത്യ സമൂഹം നമ്മളോട് പറയുന്നു, ഇസ്ലാമിക ശരീഅത്ത് പൂർണ്ണമായും സംസ്ഥാപിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ ക്രിമിനൽ നിയമങ്ങൾ പാലിക്കപ്പെടാൻ വ്യവസ്ഥയുള്ളൂ.
ഇതൊക്കെ എവിടുത്തെ വ്യവസ്ഥയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, ഞാനിവിടെയും വായിച്ചിട്ടുമില്ല. സിവിൽ നിയമങ്ങൾ എവിടെ പോയാലും നിങ്ങൾ പാലിക്കുകയും ചെയ്യണമെന്ന്. ഇത് സമുദായത്തിൻ്റെ ഒന്നാകെ തന്നെ താല്പര്യമാണ് എന്ന് താങ്കൾ കാണുന്നുണ്ടോ? ഇതിന് വിശ്വാസപരമായ അടിത്തറയുണ്ടോ? അതോ കാലാകാലങ്ങളായി നമ്മുടെ പുരോഹിത സമൂഹം ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്ന പിന്തിരിപ്പൻ നിലപാടിൻ്റെ ഭാഗമായി മാത്രം ഇതിനെ ലഘൂകരിച്ച് കണ്ടാൽ മതിയോ? അത് പിന്തിരിപ്പൻ നടപടി തന്നെയാണ്, അങ്ങനെ ലഘൂകരിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അതിനകത്തൊരു പ്രാധാന്യമില്ല, തീരെ ലഘൂകരിക്കുകയല്ല വേണ്ടത്. ഇപ്പോൾ ഇത് അതിൽ മാത്രമല്ല, എല്ലാ വിഭാഗത്തിനിടയിലും ഇത്തരം പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, തൊഴിൽ കേന്ദ്രത്തിലേക്ക്, മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം തുടങ്ങിയ നാടകങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ഉണ്ടായത്? സവർണ സ്ത്രീകൾക്ക് പോലും അന്തഃപുരം വിട്ട് പുറത്തിറങ്ങാൻ കഴിയാതിരുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലുള്ള ഇടപെടലുകളായിരുന്നു, സാംസ്കാരിക ഇടപെടലുകളായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ അത് പിന്നെ ദളിതരുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാ മേഖലയിലുമുണ്ട്. ഇന്നും ഉത്തരേന്ത്യയുടെ വിവിധ മേഖലകളിൽ ഇത്തരം കാര്യങ്ങൾ ഹിന്ദു വിഭാഗത്തിനിടയിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇവിടെ ചർച്ചയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ശ്രീ JR പത്മകുമാർ വളരെ ബോധപൂർവം പ്രീണനം, മുസ്ലിം എന്നെല്ലാം കൊണ്ട് കെട്ടുകയാണ്. ഇത്തരമൊരു ചർച്ചയും വിഭാഗീയതയും വളർത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. ഏക സിവിൽ കോഡ് അഫക്ട് ചെയ്യുന്നത് അവരെ മാത്രമല്ല, എന്തുകൊണ്ട് CPM അതിനെ എതിർക്കുന്നു? ടീച്ചർ പറയാണ്, ടീച്ചർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വൈവിധ്യങ്ങളുടെ നാടാണ് ഇന്ത്യ. ആ ഡൈവേഴ്സിറ്റി, ആ ബഹുസ്വരതയിൽ ഒരുപാട് പേരുണ്ട്, ഒരുപാട് സംസ്കാരങ്ങളുണ്ട്. ഈ തിരുവനന്തപുരത്ത് ഞാൻ ഇരിക്കുന്നു, ഞാൻ ടീച്ചർ ഇരിക്കുന്ന നാട്ടിലേക്ക് ഞാനൊന്ന് വന്നാൽ ഈ ദൂരവ്യത്യാസത്തിനിടയിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളും വൈജാത്യങ്ങളും നമുക്ക് കാണാനാകും. ഈ വ്യത്യാസങ്ങളെ ആകെ ഒരുമിപ്പിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു സങ്കീർണത. ഇവിടെ വരുന്നൊരു പ്രശ്നം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലാണ് കൃത്യമായി ഈ പറയുന്നത് ഏക സിവിൽ കോഡ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ വേറെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ശാസ്ത്രീയമായ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കണം, പല അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഇല്ലാതാകുമല്ലോ ആ ശാസ്ത്രീയമായ വിദ്യാഭ്യാസം ആദ്യം മുതൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടാൽ. അതിന് BJPയും RSSും അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. മാത്രവുമല്ല, ഇതേ RSS തന്നെ ഇപ്പോൾ മുസ്ലിം സ്ത്രീകളുടെ പ്രശ്നത്തെക്കുറിച്ച് ശ്രീ JR പത്മകുമാർ വാചാലമാകുമ്പോൾ ഇതേ RSS ആണ് പറയുന്നത്, സ്ത്രീകളുടെ വേഷവിധാനങ്ങളാണ് ഇവിടെ പ്രശ്നം. സ്ത്രീകളുമായി ബന്ധപ്പെട്ട്, സ്ത്രീകളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് RSSന്റെ നിലപാടെന്താ? മനുസ്മൃതിയെ ഇപ്പോഴും നിങ്ങൾ പൂവിട്ട് പൂജിക്കുകയല്ലേ? സംഘപരിവാറിന്റെ നിലപാട് ഇരട്ടത്താപ്പുള്ളതാണെന്ന് സംശയിക്കാൻ ന്യായമായ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ശ്രീ JR പത്മകുമാർ അതിലെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതാണ്. ഈ മുത്തലാഖിന്റെ കാര്യം പറയുമ്പോൾ തന്നെ പറയുന്നത്, ഒരു മതേതര രാജ്യത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമത്തിന് പ്രാമുഖ്യം നൽകാൻ കഴിയില്ല എന്ന വിശാലമായ നിലപാടാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. രാജ്യത്ത് ലിംഗസമത്വവും തുല്യനീതിയും നടപ്പിലാക്കണമെന്ന പുരോഗമനം പറയുന്നതോടൊപ്പം തന്നെ ഏക സിവിൽ കോഡിലേക്കാണ് മുത്തലാഖ് വഴി കടക്കാൻ ശ്രമിക്കുന്നത് എന്ന വിമർശനം സജീവമാണ്. ഇപ്പോൾ ഭരണഘടനയുടെ 44-ാം അനുച്ഛേദമാണ് ഏക നിയമത്തിന് വേണ്ടിയുള്ള ശ്രമം വേണമെന്ന് ഓർമ്മിപ്പിക്കുന്നത്. അതിൽ തന്നെ 37-ാം അനുച്ഛേദത്തിൽ പറയുന്നു, കോടതിയിൽ പോയി നേടാൻ കഴിയുന്നതോ തരത്തിലുള്ളതല്ല മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ എന്നത്. അതായത് മുഴുവൻ സമവായം സാധ്യമാക്കിക്കൊണ്ട് നടപ്പിലാക്കേണ്ടുന്ന ഒന്ന്. നമുക്കറിയാം ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനമാണ് എന്നത്, അത് ഒന്നാമത്തെ തടസ്സമാണ്. 2, വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഏഴെടുപ്പവും അവരുടെ പ്രത്യേകമായ ജീവിത രീതികളും പരിഗണിക്കണം. അങ്ങനെ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു നാട്ടിൽ ഏക സിവിൽ കോഡ് വേഗത്തിൽ നടപ്പിലാക്കുക എന്നതിന് ഒരുപാട് പ്രായോഗിക പ്രശ്നങ്ങളുണ്ട് എന്ന വാദത്തെ നിങ്ങൾ എന്തുകൊണ്ട് മുഖവിലക്കെടുക്കുന്നില്ല? അത് മുഖവിലക്ക് എടുത്തുകൊണ്ട് തന്നെയാണല്ലോ ഞങ്ങളുടെ 2014 പാർലമെന്റിലെ നിയമവകുപ്പ് മന്ത്രി പറഞ്ഞത്, ഒരു സമന്വയത്തിൽ കൂടിയേ നടപ്പിലാക്കൂ എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പിന്നെ ഈ പറഞ്ഞ ഒരു കാര്യം, റഹീം പറഞ്ഞ പോലെ ഞങ്ങളാരും മനുസ്മൃതി അനുസരിച്ചല്ല ജീവിക്കുന്നത്, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണ് ജീവിക്കുന്നത്. പിന്നെ ഡയറക്ടറി പ്രിൻസിപ്പിൾസും ഫണ്ടമെന്റൽ റൈറ്റ്സും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഭരണഘടന കൊടുത്തിട്ടുള്ള അവകാശമാണ്. അതേസമയം രാജ്യത്തിന്റെ പൊതുസമൂഹത്തിന്റെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ് ഡയറക്ടറി പ്രിൻസിപ്പിൾസ്. അതുകൊണ്ടാണ് പറഞ്ഞത് പൊതുസമൂഹത്തിന് ഗുണകരമായ രീതിയിൽ സ്റ്റേറ്റോ നിയമനിർമ്മാണം നടത്തണം ഈ കാര്യത്തിൽ. അതുകൊണ്ട് രണ്ടും വ്യത്യാസമാണ്. ഒന്ന്, ഈ ഇൻഡിവിജ്വൽ വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള അതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ അവകാശങ്ങളെല്ലാം എല്ലാവർക്കും കൊടുക്കുന്നതോടൊപ്പം തന്നെ ഭരണഘടന 25(1) വളരെ വ്യക്തമായിട്ട് അതിന്റെ റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. പൊതു ധാർമ്മികതയ്ക്കും പൊതു ആരോഗ്യത്തിനും പൊതു ക്രമസമാധാനത്തിനും വിരുദ്ധമായി ഒരു നിയമവും ഒരു മത ആചാരവും നിലനിൽക്കില്ല. അത് മൈനോറിറ്റിയുടെ ആയാലും ശരി, ഭൂരിപക്ഷത്തിന്റെ ആയാലും ശരി, ഈ പൊതു ധാർമ്മികതയ്ക്കും പൊതു ആരോഗ്യത്തിനും വിരുദ്ധമായി
നിൽക്കില്ല. നിങ്ങളൊരു ഉദാഹരണം പറയാം. 85-ലൊരു കേസുണ്ട്, ആനന്ദമാർഗികളുടെ ഒരു കേസ്. അവരെ പറഞ്ഞത് ഞങ്ങളുടെ ഒരു പ്രത്യേക ആഘോഷ ദിനത്തിൽ തലയോട്ടികളെല്ലാം ശരീരത്തിൽ മാലയാക്കി കെട്ടിയിട്ട് പൊതുനിരത്തിൽ ഞങ്ങൾ നൃത്തം ചവിട്ടും. ഇത് ഞങ്ങളുടെ വ്യക്തിപരമായ അവകാശമാണ്, ഞങ്ങളുടെ ആചാരമാണ്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് പൊതു ധാർമ്മികതയ്ക്ക്, പൊതു ആചാര, ഈ ക്രമസമാധാനത്തിനും പൊതു ആരോഗ്യത്തിനും വിരുദ്ധമായ ഒരു ആചാരവും ഒരു മതത്തിന്റെയും പേരിൽ കൊണ്ടുകിടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു തിരുത്തൽ ചോദ്യം. ഇവിടെ ഇപ്പോൾ ആദിവാസികളുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടല്ലോ, അത് പരിഷ്കരിക്കപ്പെടണം. നിലമ്പൂരിലും കാസർഗോട്ടും വയനാട്ടിലും ഒക്കെ ആദിവാസികളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ ഗോത്രാചാരത്തിന്റെ ഭാഗമായി, അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി അവർക്ക് ഈ എന്താണ് പ്രായപൂർത്തിയാകുന്ന സമയത്ത് തന്നെ കല്യാണം നടത്തണം എന്ന വിശ്വാസമുണ്ട്. അതിൻ്റെ ഭാഗമായി വിവാഹം നടത്തിയവരെ മുഴുവൻ പോലീസ് അറസ്റ്റ് ചെയ്ത് അകത്താക്കിയിരിക്കുകയാണ് ഇന്ത്യയിലെ നിയമം ലംഘിച്ചു എന്ന പേരിൽ. അതായത് അവരുടെ ഗോത്ര നിയമങ്ങൾക്കനുസൃതമായി വിശ്വാസം കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നില്ല എന്നതുകൂടി ഈ വിഷയത്തിൽ ഓർക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം ജെ ആർ പത്മകുമാർ പറഞ്ഞതിലുള്ള താങ്കളുടെ വിയോജിപ്പ് എന്താണ്? അല്ല, ഒരു ഭാഗം ജെ ആർ പത്മകുമാർ പറഞ്ഞത് പൊതുധാർമ്മികത ഇതിനെല്ലാം എതിരായി പ്രവർത്തിക്കാൻ പാടില്ല. ആനന്ദമാർഗികൾ തലയോട്ടികളുമായി നടന്നപ്പോൾ അത് പൊതുസമൂഹത്തിനും പൊതുധാർമ്മികതയ്ക്കും എതിരായതുകൊണ്ട് എതിർത്തതാണ്. ഏത് പൊതുധാർമ്മികതയുടെയും പൊതു നിയമത്തിന്റെയും പൊതുധാരണയുടെയും ഭാഗമായിട്ടാണ് ഒരു വസ്ത്രം പോലും ധരിക്കാത്ത, നാമമാത്രമായി പോലും വസ്ത്രം ധരിക്കാത്ത ഒരാളെ ഒരു സ്പീക്കറുടെ കസേരയിൽ കൊണ്ടിരുത്തി നിങ്ങൾ പ്രസംഗിപ്പിച്ചത് എന്നുകൂടി പറഞ്ഞാൽ കൊള്ളാം. ഇവരുടെ മനസ്സിലിരിപ്പ് അവിടെയാണ് പ്രതിഫലിച്ചത്. ഇവർ ഈ പറയുന്ന എല്ലാ അപരിഷ്കൃതമായ വിശ്വാസങ്ങളെയും അവരുടെ വിശ്വാസമായി അവരുടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടുത്തെ വരുന്നൊരു പ്രശ്നം, ഇവിടെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമോ ഇല്ലയോ എന്നതല്ല ബി ജെ പിയുടെ പ്രശ്നം. ബി ജെ പിയുടെ ലക്ഷ്യം ഇവിടെ ഏക സിവിൽ കോഡിനെ മുൻനിർത്തി ഇവിടെ സാമുദായികമായ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നം. ബി ജെ പി 1990 സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് രഥയാത്ര ആരംഭിച്ചു. ബാബറി മസ്ജിദിന്റെ മുകളിൽ കാവിക്കൊടി കെട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. അവർക്ക് വലിയ നേട്ടമുണ്ടായി. ഇനി മുമ്പോട്ട് വാ, പിറകോട്ട് വാ. നേരത്തെ ഇവിടെ EMS-നെ പരാമർശിച്ച 1986 ഉണ്ടല്ലോ, 85-ൽ ഷബാനുബിയം കേസിൽ വിധി വരുന്നു. 85-നും 90-കൾക്കുമിടയിലെ സവിശേഷത എന്താ? ബി ജെ പി 2 സീറ്റിൽ നിന്ന് 85 സീറ്റായി അവരുടെ പോയിന്റാണ്. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ പാദപതനം കേൾക്കുന്ന സമയത്ത് കൂടിയാണ് ഈ വിഷയം കേന്ദ്ര സർക്കാർ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നതും പ്രധാനമാണ്. സുൽഫത്ത് ടീച്ചർ ഇവിടെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന വിമർശനം മറുപടി പറയുകയാണ്. അതായത് ഇവിടെ ശരീഅത്ത് നിയമത്തിൽ സിവിലും ക്രിമിനലിന്റെയും കാര്യത്തിൽ 2 നിലപാടെടുക്കുന്നു എന്നതിന്റെ വിമർശനത്തെ ആ രീതിയിലല്ല അതിനെ കാണുന്നത്. മറിച്ച് ഏക സിവിൽ കോഡിന്റെ മറവിലൂടെ വലിയ അപകടം വരുന്നുണ്ട് എന്നതാണ്. ഇതൊരു ഫെഡറൽ സംവിധാനമാണ്. ഒപ്പം ഇവിടെ മതവിശ്വാസത്തിന് വലിയ പ്രാമുഖ്യം നൽകുന്ന ഒട്ടൊരുപാട് സമൂഹങ്ങളുണ്ട്. അതിനോട് ഇടപഴകി ജീവിക്കുന്ന, ഇഴചേർന്നു ജീവിക്കുന്ന വ്യക്തികളും സമൂഹങ്ങളുമുണ്ട്. അത്തരം താല്പര്യങ്ങളുടെയും അത്തരം വിശ്വാസങ്ങളുടെയും ഒരു സങ്കലനം, അതിൻ്റെ ഒരുമ, അതാണ് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് എന്നു കരുതുന്നിടത്ത് അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് ഒറ്റ നിയമത്തിലൂടെ കാര്യങ്ങൾ പോകണമെന്ന് വാശി പിടിക്കുന്നതിന് പിന്നിൽ വലിയ സാമൂഹിക അപകടം പതിയിരിക്കുന്നുണ്ട്. അതിനെ കേവലം ശരീഅത്തിൽ പ്രശ്നത്തിൽ മാത്രം ചുരുക്കി ആ വീക്ഷണകോണിലൂടെ കണ്ട് സാമാന്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് അപകടകരമാണ് എന്നതാണ് CPI-ന്റെ നിലപാട്. സുൽഫത്ത് ടീച്ചർ ഇക്കാര്യത്തിൽ ഉള്ളത് അതാണ്, അവരുടെ മറുപടി ആ കാര്യത്തിലുള്ളത്. അല്ല, അതിൽ പിന്നെ വൈവിധ്യങ്ങളെ സംരക്ഷിക്കുന്നതിനെ പറ്റി പറഞ്ഞു. ഈ വൈവിധ്യങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ എല്ലാ മതത്തിലും മുമ്പും നിലനിന്നിട്ടുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്ന ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. അപ്പോൾ ഒരു പൊതുസമൂഹത്തിലെ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ നടപടിക്രമത്തിൽ പാലിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പാലിക്കാൻ പാടില്ലാത്തതിനെയൊക്കെ വൈവിധ്യത്തിന്റെ പേരിൽ സംരക്ഷിക്കണമെന്ന് പറയുന്നത് ഈ BJP-യുടെ പറയുന്ന ചില കാര്യങ്ങൾ പോലെ വളരെ അപകടകരമാണ്. കാരണം എന്തുകൊണ്ടാണ് മുസ്ലിം സ്ത്രീക്ക് സ്വത്തവകാശം കൊടുക്കണം എന്ന് പറയുമ്പോൾ അവിടെ എവിടെയാണ് വൈവിധ്യങ്ങൾ നഷ്ടപ്പെടുന്നത്? കാരണം ഹിന്ദു സ്ത്രീക്ക് കിട്ടിക്കോട്ടെ, ക്രിസ്ത്യൻ സ്ത്രീക്ക് കേട്ടോട്ടെ, മുസ്ലിം ആയതുകൊണ്ട് അത് അവരുടെ ആചാരമാണ് അല്ലെങ്കിൽ അവരുടെ മതപരമായ അവകാശമാണ്, സ്വത്തവകാശം കിട്ടാതിരിക്കൽ എന്ന് അംഗീകരിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ്. എനിക്ക് പറയാനുള്ളത്, ഹിന്ദു കോഡ് നിയമം കൊണ്ടുവന്ന സമയത്തും ഹിന്ദു കോഡ് നിയമത്തിനെതിരായിട്ട് വളരെ ശക്തമായ നിലപാടെടുത്തത് ഇന്ത്യയിലെ സവർണ ഹിന്ദു ബ്രാഹ്മണ മേധാവികളായിരുന്നു. അന്നത്തെ കാലത്ത് നമുക്കറിയാം, ചരിത്രം നോക്കിയാൽ എന്തുകൊണ്ടാണ് അംബേദ്കർ പോലുള്ളവർ ആ സമയത്ത് ആ നിലപാടെടുത്തതെന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. അന്ന് ഹിന്ദു കോഡ് നിയമത്തെ ഹിന്ദു വർഗീയവാദികൾ അല്ലെങ്കിൽ സവർണ ഹിന്ദുക്കൾ എതിർത്തിരുന്നെങ്കിലും അത് നടപ്പിലായി. മേരി റോയി കേസിൽ വന്നപ്പോൾ
മിക്കവാറും എല്ലാ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട സവർണ പുരുഷന്മാരും ഇതിനെതിരായിരുന്നു. എന്നിട്ടും ആ നിയമം നടപ്പിലായി. പക്ഷെ മുസ്ലിം സ്ത്രീയുടെ കാര്യം വരുമ്പോൾ മാത്രം ഇത് വൈവിധ്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് എതിർക്കുന്നത് തീർച്ചയായും അത് ഒരു ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനം ആ രീതിയിലല്ല അതിനെ കാണുന്നത്. മുസ്ലിം സ്ത്രീയുടെ കാര്യത്തിൽ വൈവിധ്യത്തിന്റെ പേര് പറഞ്ഞ് CPIM അതിന് മറുപടിക്കുന്നില്ല. CPIMന്റെ നിലപാട് അക്കാര്യത്തിൽ മുസ്ലിം സ്ത്രീകൾക്കെതിരായിട്ടുള്ള വിഷയത്തിൽ കർശന നിലപാട് വേണമെന്നത് തന്നെയാണ്. പക്ഷേ ഏക സിവിൽ കോഡ് എന്ന പേരിൽ എല്ലാവർക്കും ഒരേ നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൽ ചില അപകടമുണ്ട് എന്നതാണ് അവർ കാണുന്നത്. സ്ത്രീവിരുദ്ധമായ നിലപാട് CPIM PBയുടെ സ്റ്റേറ്റ്മെന്റിൽ എവിടെയും കാണാനില്ല. ശ്രീ ഹുദവി ഇക്കാര്യത്തിൽ ഇന്ന് മന്ത്രി സംസാരിക്കുമ്പോൾ പറഞ്ഞത്, അതായത് വെങ്കയ്യ നായിഡു, മുസ്ലിം സംഘടനകൾക്ക് ഉറപ്പും വ്യക്തതയുമുള്ള വാദമുഖങ്ങൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ നിയമ കമ്മീഷനെ ബഹിഷ്കരിക്കുന്നത് എന്നതാണ്. ഈ വിഷയത്തിൽ അഭിപ്രായം ആരാഞ്ഞ് നിയമ കമ്മീഷൻ പുറത്തിറക്കിയ ചോദ്യാവലിയോട് സഹകരിക്കേണ്ടതില്ല എന്നതാണ് ഈ മുസ്ലിം വ്യക്തി നിയമ ബോർഡിൻ്റെ തീരുമാനം. ഉറപ്പും വ്യക്തതയുമുള്ള പൊതുസമൂഹത്തിൽ പുരോഗമിച്ച സമൂഹത്തിന് മുൻപിൽ അവതരിപ്പിച്ചാൽ സ്റ്റാൻഡ് ചെയ്യുന്ന നിലപാട്, പറയാൻ കൊള്ളാവുന്ന നിലപാട് ഈ വിഷയത്തിൽ നിങ്ങൾക്കില്ല എന്നതുകൊണ്ടാണോ ഈ ചോദ്യാവലി ബഹിഷ്കരിക്കൽ, കോടതിയോട് ഇതിൽ ഇടപെടരുത് എന്ന് പറയലൊക്കെ നടക്കുന്നത്? ഒരു നിയമ പോരാട്ടത്തിൽ നിലനിൽക്കാത്ത, ഒരു പുരോഗമിച്ച സമൂഹത്തിൽ നിലനിൽക്കാത്ത, അവതരിപ്പിച്ചാൽ സ്റ്റാൻഡ് ചെയ്യാത്ത വാദങ്ങളാണോ നിങ്ങൾക്കുള്ളത്? എന്തുകൊണ്ടാണ് ഇത്തരം ചർച്ചകളിൽ നിന്ന് പിന്തിരിയുന്നത്? ആദ്യമായിട്ട് ഞാൻ ഈ ലോ കമ്മീഷന്റെ ചോദ്യാവലി ബഹിഷ്കരിച്ചതിലേക്ക് വരുന്നതിന് മുമ്പ് അല്പം ചില കാര്യങ്ങൾ പറയാം. മുസ്ലിം സ്ത്രീയുടെ സ്വത്തവകാശം, ഇവിടെ മുസ്ലിം സ്ത്രീക്ക് സ്വത്ത് സുരക്ഷിതത്വം ലഭിക്കുന്നത് പോലെ വേറെ ഏത് മതത്തിലാണ് സുരക്ഷിതത്വം ലഭിക്കുന്നത്? ഒരു മുസ്ലിം പെൺകുട്ടി ജനിച്ചു വീണാൽ ആ പെൺകുട്ടിയുടെ 100% ചെലവ് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ബാധ്യത ആ പെൺകുട്ടിയുടെ പിതാവിനുണ്ട്. അതിനുശേഷം ഭർത്താവിന് 100% സംരക്ഷണവും ചെലവും എല്ലാവിധ സൗകര്യങ്ങളും കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. അതിനുശേഷം മക്കൾക്കുണ്ട്. ഇങ്ങനെ മുഴുവൻ ജീവിതകാലം മുഴുവനായിട്ട് എല്ലാ ചെലവുകളും എല്ലാ സുരക്ഷിതത്വവും കൊടുക്കുമ്പോൾ അതിനോടൊപ്പമാണ് ഈ സ്വത്തിന്റെ അവകാശവും കൂടി കൊടുക്കുന്നത്. സ്ത്രീകൾക്ക് സ്വത്തവകാശം, സമയപരിമിതിയുണ്ട്. ഹുദവി, താങ്കൾ വേഗം അതിലേക്ക് വരൂ. എന്തുകൊണ്ടാണ് നിയമ കമ്മീഷന്റെ നടപടികളോട് സഹകരിക്കാത്തത്? നിങ്ങളുടെ വാദമുഖങ്ങൾക്ക് സ്റ്റാൻഡിംഗ് ഇല്ലാത്ത തരത്തിലുള്ള അപക്വതയുണ്ട് എന്ന ഭയമുണ്ടോ? താങ്കൾ ആ ഉത്തരത്തിലേക്ക് വരുമോ? സമയപരിമിതി ഉണ്ട്, അതുകൊണ്ടാണ്. സ്ത്രീകൾ സ്വന്തമായിട്ട് സമ്പാദിച്ച മുതൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അവരുടെ ഭർത്താവിനും മക്കൾക്കും ബന്ധപ്പെട്ട വിഷയത്തിലടക്കം നിയമ കമ്മീഷന്റെ ചോദ്യാവലിയോട് സഹകരിക്കാത്തത് എന്തുകൊണ്ടാണ്? ഒരു മിനിറ്റ് എനിക്കും സമയം വേണം. ഒരു മിനിറ്റ്. ഇതുപോലെ ഫസ്ഹും കൊല്ലും എന്ന് സ്ത്രീകൾക്ക് ഇതുപോലെ തൊലാഖ് പോലത്തെ ഓപ്ഷൻ ഉണ്ട്. മൂന്നാമത്തെ കാര്യം, നമ്മൾ ചോദ്യാവലി ബഹിഷ്കരിക്കാനുള്ള കാരണം ഇത് ദൈവിക നിയമമാണ്, ഇത് ശാസ്ത്രീയമാണ്, സമത്വപരമായ നിയമമാണ്. ഇതിനെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ദൈവിക നിയമത്തിൽ മാനുഷികമായി കൈകടത്തൽ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ടാണ് ഇതിനെ ബഹിഷ്കരിക്കാൻ വേണ്ടി പറയുന്നത്. ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചാൽ മുഴുവൻ സമത്വപരമാണെന്ന് മനസ്സിലാക്കാൻ സ്ത്രീവിരുദ്ധവും ലിംഗസമത്വത്തിനെതിരുമാണ് എന്ന് പറയുന്നു. കൂടുതൽ പുരോഗമിച്ച നിലപാടും നിയമവും അക്കാര്യത്തിൽ വേണമെന്ന് പറയുന്നു. ആത്യന്തികമായി എല്ലാവർക്കും ഒരേ നിയമം നടപ്പിലാക്കുക എന്നതിലേക്കുള്ള ചുവടുവയ്പായാണോ കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുത്തലാഖിലേക്ക് കൈതൊട്ടിരിക്കുന്നത്? അങ്ങനെ തന്നെയാണ്. ഇതിലെ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുള്ളത്, 1934 35 ഇന്ത്യൻ ശരീഅത്ത് നിയമം വരുന്നതിന് മുമ്പ് ഈ പല രീതിയിലുള്ള ആചാരങ്ങളും സ്വത്തവകാശങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളെ വടക്കേ മലബാറിൽ, അതുപോലെ മുംബൈയിൽ, ഡൽഹിയിലെ ചില ഭാഗങ്ങളിലൊക്കെ പിന്തുടർച്ചാവകാശം മരുമക്കത്തായി നിലനിന്നിട്ടുണ്ട്. കേരളത്തിൽ മരുമക്കത്തായി നിലനിന്നിട്ടുണ്ട്. അതുകൊണ്ട് 35-ന് മുമ്പുള്ള പല സ്ഥലത്തും ഈ പല രീതിയിലുള്ള ആചാരങ്ങളുണ്ട്. അതുകൊണ്ട് ഇതൊന്നും മാറ്റാൻ പാടില്ല, ഇത് സ്ഥിരമായി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എല്ലാ മതത്തിനും യോജിച്ച എല്ലാവരുടെയും നന്മകളെ നിയമമാണ് നമുക്ക് ആവശ്യം. എന്നത് ദൈവികമാണെന്നും അതിൽ തൊടാൻ കഴിയില്ല എന്നും കൗതുകകരമായ വാദമാണ് മുസ്ലിം പണ്ഡിത നേതൃത്വം ഇപ്പോൾ ഈ വിഷയത്തിൽ മുത്തലാഖിനെ പിന്തുണയ്ക്കുന്നവർ ഉന്നയിക്കുന്നത്. CPIM PB ഇന്ന് അക്കാര്യത്തിൽ ശ്രദ്ധേയമായ നിലപാടെടുത്തു എന്നതാണ് ഇന്നത്തെ ചർച്ചയ്ക്ക് ആധാരം. നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് മുഹമ്മദ് ഹുദവി, അഡ്വക്കേറ്റ് A. റഹീം, JR പത്മകുമാർ, സുൽഫത്ത് ടീച്ചർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.